Hello students, welcome back. We are going to discuss this problem you already attempted. I am going to discuss one by one. ഞാൻ ഓരോന്നിൻ്റെ ആ കോൺസെപ്റ്റ് പറയാം, അതിൻ്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ടേ ഇതാണ്. ഇപ്പോൾ ഇ റൈസ് ടു എഫ് എക്സ് വരുവാണെങ്കിൽ, ഇ റൈസ് ടു എഫ് എക്സും എഫ് ഡാഷ് എക്സും വരുവാണെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇ റൈസ് ടു എഫ് എക്സ് എന്നായിരിക്കും. ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ടാണ് പ്ലസ് സി എഴുതാത്തത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇ റൈസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഇതിൻ്റെ ആൻസർ വരുന്നത് ഇ റൈസ് ടു സൈൻ എക്സ്, അപ്പർ ലിമിറ്റ് π/2, ലോവർ ലിമിറ്റ് 0 ഇടണം. അപ്പോൾ സൈൻ π/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 വന്നോളും, ഇത് ഇ റൈസ് ടു 0. അപ്പോൾ ഇ -1 എന്നാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇ -1 എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ആൻസറായി കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. സെക്കൻഡിലേക്ക് പോവുകയാണേ. ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പോൾ ഈ മോഡുലസ് വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഡുലസിൻ്റെ കേസിൽ അല്ലേ, മോഡ് ഓഫ് എഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഇത് വരുന്നത്. നമ്മൾ ഈ എഫ് എക്സ് പോസിറ്റീവ് ആവുന്ന എവിടെയാണെന്ന് നോക്കുക അല്ലേ, മോഡുലസിൻ്റെ കേസിൽ. ഇനി എഫ് എക്സ് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഇവിടെ മൈനസ് എഫ് എക്സ് എന്നാണ് നമ്മൾ എഴുതാറുള്ളത്, മൈനസ് എഫ് എക്സ്. ഈ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ 1 - x² അല്ലേ, മോഡുലസിനകത്ത് 1 - x² അല്ലെങ്കിൽ x² - 1 ഒന്ന് തന്നെയാണ് അല്ലേ. ഇതിൻ്റെ ഗ്രാഫൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫെല്ലാം നമുക്കറിയാം, നിങ്ങളും കൂടി നോക്കുക. ഇത് 0 വരുന്ന പോയിൻറ്റ്, ഇത് 0 വരുന്നത് -1ലും +1ലുമാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. പോസിറ്റീവ് വരുന്നത് -2 മുതൽ -1 വരെയും പോസിറ്റീവാണ്, -2 മുതൽ -1 വരെയും പോസിറ്റീവാണ്. പിന്നെ നെഗറ്റീവ്, അപ്പോൾ ഇത് ഇവിടെ രണ്ടിടത്തും നെഗറ്റീവാണ്, ഇവിടെ രണ്ടും പോസിറ്റീവ്, ഇത് മാത്രം നെഗറ്റീവാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതിനെ ഒന്ന് പ്രോപ്പറായിട്ട് അതിനെ ഒന്ന് ഈ വേവി കർവ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുക. വേവി കർവ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് സോൾവ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് വരുന്നത്? -2 മുതൽ -1 വരെ അത് പോസിറ്റീവാണ്. അതായത് x² -1 എന്ന് എഴുതിയാലും തെറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ 1 - x² എന്ന് എഴുതിയാലും തെറ്റ് വരില്ല. അടുത്തത് വരുന്നത് -1 മുതൽ +1 വരെ ഈ x² -1ൻ്റെ മൈനസ് ഇടുക. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് 1 - x²ഉം x², മോഡുലസിനകത്ത് രണ്ടും സെയിം തന്നെയാണ്. ഇനി 1 മുതൽ 3 വരെ ഇത് പോസിറ്റീവാണ്, x² -1 dx. ഇത് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ പോർഷൻ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കണം. അപ്പോൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഈ 28/3 എന്നാണ്. 28/3 ആണ് അതിൻ്റെ ആൻസർ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല അല്ലേ, കാരണം നിങ്ങൾക്കറിയാം ഇവിടെ x² -1 ആണ് വരുന്നത്. x² -1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ വരാൻ പോകുന്നത് x³/3 - x എന്നാണ്. അപ്പർ ലിമിറ്റ് വിട്ട് കൊടുക്കുക, ലോവർ ലിമിറ്റ് വിട്ട് കൊടുക്കുക. അതൊരു കാൽക്കുലേഷൻ പാർട്ടാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ഇവിടെ ഞാൻ ഓരോ ക്വസ്റ്റിൻ്റെയും നമ്മുടെ ആ കോൺസെപ്റ്റാണല്ലോ നമുക്ക് മെയിനായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ടത്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇൻ്റഗ്രൽ a to b fx dx എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. b - a/2 എന്ന് വരും. പക്ഷേ ഒരു കണ്ടീഷൻ ഇതാണ്, ഈ എഫ് എക്സും എഫ് ഓഫ് a + b - x ആഡ് ചെയ്യുമ്പോൾ 1 വരണം. അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു റിസൾട്ട്. അപ്പോൾ എല്ലാ കോൺസെപ്ച്വലി ആണ് നിങ്ങളിതെല്ലാം പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങളിതൊന്ന് ഓർത്തിരിക്കുക. ഇതാണ് ഇതിലെ കോൺസെപ്റ്റ്. ഇൻ്റഗ്രൽ a to b fx dx എന്ന് പറയുമ്പോൾ b - a/2 എന്ന് ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഇവിടെ എയുടെ സ്ഥാനത്ത് നിങ്ങളത് നോക്കുക. നമ്മുടെ എഫ് എക്സ് എന്താണെന്നെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. എഫ് എക്സ് എന്താണ് എന്ന് നോക്കണം. അപ്പോൾ എഫ് എക്സ് തന്നിരിക്കുന്ന ഏതാണ്? എഫ് എക്സ് ഇതിനകത്ത് തന്നിരിക്കുന്ന 5x തന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന 5x പ്ലസ് ഈ തന്നിരിക്കുന്ന 5 π/2 - x എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ a + b - x എന്ന് പറയുന്നത് π/2 - x ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ π/2 - x ഇതെന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? a + b - x. ഇത് a, ഇത് b. അപ്പോൾ ഇവിടെ ആൻസർ വരാൻ പോകുന്ന 5 ഓഫ്
എ പ്ലസ് ബി ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 5/2 മൈനസ് എക്സ് ആണ്. ഇവിടെ വരുന്നത് 5 π/2 മൈനസ് എക്സ് ആണ്. ഇവിടെ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5x എന്നും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 1 + 2 ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ആൻസർ 1 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. 1 + 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? ആൻസർ 1 വരുന്നുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി മൈനസ് എ, അതായത് 5/2 മൈനസ് 0/2, അതായത് 5/4 എന്നാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 5/4. ഇതാണ് നമ്മളുടെ തേർഡ് പ്രോബ്ലം. ഫോർത്തിലേക്ക് പോവുകയാണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ കോൺസെപ്റ്റ് ഞാൻ എഴുതിയേക്കാം. കോൺസെപ്റ്റ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണ്? അപ്പോൾ ഓരോന്നും നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇപ്പോൾ ഈ dy/dx അല്ലെങ്കിൽ ഈ രീതിയിൽ dy/dx അങ്ങനെ തന്നെ എഴുതാം. dy/dx = f ഓഫ് ax + by + c എന്ന് കാണുവാണെങ്കിൽ ഇതുകൊണ്ട് ഈ രീതിയിൽ f ഓഫ് a പ്ലസ് ഇതിന് നമ്മൾ t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും, അല്ലെങ്കിൽ u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ax + by + cക്ക് u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഇതാണ് ഇതിലെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് നല്ല രീതിയിലൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർ തന്നിരിക്കുന്ന dy/dx ഈ 1 വേണമെങ്കിൽ അപ്പുറേ കൊണ്ടുപോകാം കേട്ടോ, കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വരുന്ന കൊസേക്ക് എക്സ് പ്ലസ് വൈ കണ്ടോ. ഈ ഫോമിൽ വരുമ്പോൾ ഈ എക്സ് പ്ലസ് വൈക്ക് നമ്മൾ യു എന്ന് പേര് പറയും. എന്നിട്ട് ഈ du/dx ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. du/dx കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1ഉം ഈ വൈയുടെ ഡെറിവേറ്റീവ് dy/dxും വരും. അപ്പോൾ ഈ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? du/dx എന്ന് പറയുന്നത് കൊസേക്ക് യു എന്ന് കിട്ടും. കൊസേക്ക് യു. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കണമല്ലോ. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ഇത് 1/sin u ആണ്. 1/sin u കൊസേക്ക് യു എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് sin u du എന്ന് വരും, RHSൽ dx എന്നും വരും. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ x + c എന്ന് വരും. ഇവിടെ സൈൻ മൈനസ് കോസ് ആണ് വരുന്നത്, -cos x + y എന്ന് പറയും. ആ യുവിൻ്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ, അതേതാണ് നമ്മുടെ എ പാർട്ടിൽ മാച്ച് ചെയ്യുന്നുണ്ട്. സി ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എടുക്കാം, അതിലൊരു തെറ്റും വരില്ല. ഇതായിരുന്നു നമ്മുടെ ഫോർത്ത് പ്രോബ്ലം. ഫോർത്ത് പ്രോബ്ലം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതാണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഞാൻ ഇവിടെ എഴുതിയേക്കാം. കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. ഹൗ മെനി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻ്റ് എന്ന് ഞാനിങ്ങനെ എഴുതട്ടെ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ IID എന്ന് എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് associated with different functions. എത്ര ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടോ ഒന്ന് നോക്കണം. അപ്പോൾ ഡിഫറൻറ്റ് ഫംഗ്ഷനിലായിരിക്കണം. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. നിങ്ങൾ നോക്കിയേ, e⁻x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. e⁻x എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ നിങ്ങൾ നോക്കിയേ, cos x cos a cos -sin x sin c3 എന്നല്ലേ വരുന്നത്. cos a + b cos a cos b -sin a sin b. അപ്പോൾ ഇവിടെ എത്ര ഫംഗ്ഷൻ വരുന്നുണ്ട് നിങ്ങൾ നോക്കണം. ഇവിടെ എത്ര ഫംഗ്ഷനാണ് വരുന്നത്? ഒരു cos x ഫംഗ്ഷൻ വരുന്നുണ്ട്, ഒരു sin x ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇവിടെ എത്രയാണ്? ഒരു e⁻. അപ്പോൾ എത്ര ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് നോക്കണം. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അസോസിയേറ്റ് വിത്ത് ഡിഫറൻറ്റ് ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 3 ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. 3 കോൺസ്റ്റൻ്റ് ഇവിടെ വരുന്നുള്ളൂ. 3 ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റൻ്റേ വരുന്നുള്ളൂ. അപ്പോൾ എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ sin cos a + b എക്സ്പാൻഡ് ചെയ്യുമ്പോൾ cos a cos b മൈനസ്, അപ്പോൾ ഇവിടെ cos xും വരുന്നുണ്ട്, sin xും വരുന്നുണ്ട്, e⁻x വരുന്നുണ്ട്. അപ്പോൾ 3ആണ് ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയാണ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മതി. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻ അസോസിയേറ്റഡ് ദെയർ, അങ്ങനെയും വേണമെങ്കിൽ പറയാം.
ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ. എത്ര ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ് എത്രയാണ് വരുന്നത് നോക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റിനും ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ഉണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഹൗ മെനി ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ് വെയർ ദെയർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇപ്പം a⁻x ആണെന്ന് വിചാരിക്കൂ. ഇതിൻ്റെ വാല്യൂ വരുന്നത് a⁻x ln a+c എന്നായിരിക്കും. ഇനി a⁻x dx എന്നാണെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് a⁻x എത്ര പ്രാവശ്യമാണോ അത് വരുന്നത് ഈ രീതിയിൽ എഴുതണം. ഇപ്പോൾ a⁻x 3 പ്രാവശ്യം, a⁻x അടുത്ത് a⁻x dx എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ a⁻x ഡിവൈഡിങ് ബൈ, ഇതാണ് ആ റിസൾട്ട്, ⁻³ എന്ന് വരും. അപ്പോൾ ഈ റിസൾട്ടാണ് നിങ്ങൾ മെയിനായിട്ട് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങളൊന്ന് നോക്കണം. a⁻x ഇൻ്റഗ്രൽ എത്രയാണ്? അപ്പോൾ a⁻x ഇൻ്റഗ്രൽ വരുന്ന അനുസരിച്ചാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ a⁻x, അപ്പോൾ ഇത് വരുന്നത് 7⁻7 ഇപ്പോൾ എയുടെ സ്ഥാനത്ത് 7 കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 7⁻7x എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് നോക്കി പറയാൻ പറ്റും. ഈ എ പാർട്ടാണല്ലോ ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓരോ ക്വസ്റ്റിനും നമ്മൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺസെപ്റ്റ് പറയാം. കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. കോൺസെപ്റ്റ് പറയുന്നത്, ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഓരോ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇതിനകത്തെ കോൺസെപ്റ്റ് ഇതാണ്. ഇപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ ഇൻ്റഗ്രൽ എന്താണോ അത് പറയുക. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, ഇൻ്റഗ്രേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. ഈ കോൺസെപ്റ്റ് എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ ഇതിനകത്ത് വരുന്നതുണ്ടല്ലോ, ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഈ ടി എന്നും പറഞ്ഞ് ഇതിനകത്ത് വരുന്നതിനാണ് നമ്മൾ ഇവിടെ x³ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഈ റിസൾട്ടിനകത്ത് ഈ ടി എന്നും പറഞ്ഞ് കൊടുത്തേക്കുക. ഇതിനകത്ത് ടി എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ടി എന്ന് കൊടുക്കേണ്ടത് ആ കോമ്പോസിറ്റായിട്ട് വരുന്ന x³ അപ്പോൾ ഡി ടി എത്രയാണ് വരുന്നത് നമുക്കറിയാം. ഡി ടി വരുന്നത് 3x² dx എന്ന് വരും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ x² 3x² അവിടെ വേണമല്ലോ, 3x² dx. ഈ 3x² dx എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് dt/3 എന്ന് എഴുതാം. അതിന് എഴുതാവുന്നത് dt/3 ആണ് ഈ x² dx. ഇതും കൂടി ചേരുമ്പോൾ ബാക്കി അവിടെ വരുന്നത് tan ഇൻവേഴ്സ് ഓഫ് ടി എന്നാണ്. tan ഇൻവേഴ്സ് ഓഫ് ടി ഇവിടെ താഴത്ത് വരുന്നത് 1 + t² എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് വരുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് വരാൻ പോകുന്നത് 1/3t ഇൻറ്റു ഇത് കിട്ടുന്നത് tan ഇൻവേഴ്സ് ഓഫ് ടി ആണ്. tan ഇൻവേഴ്സ് ഓഫ് t⁻1 അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1/1 + t² dt. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്ന 1/3. ഈ റിസൾട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഏതാണ് ഫോർമുല? fx⁻n ഇൻറ്റു f'(x) dx. അപ്പോൾ ഇത് രണ്ട് കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. fx⁻n+1 ഡിവൈഡിങ് ബൈ n+1 + c. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് ടി ഇവിടെ പവർ 1 ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് ടി ⁻² 2 + c എന്ന് വരും. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് അപ്പോൾ ഇത് വരുന്നത് ഈ 2ഉം ഈ 3ഉം കൂടി 1/6 ആണ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇതിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 1/6 tan ഇൻവേഴ്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് x³ ഇട്ട് കൊടുക്കും. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് x³ അതാണ് അതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. 1/6 വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു 7th പ്രോബ്ലം. അപ്പോൾ 7th പ്രോബ്ലം ഒന്ന് നിങ്ങൾ നല്ല രീതിയിലൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കണം. 7th എന്താണ് വരുന്നത് എന്നുള്ളത്. 8th പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാലോ, LPP പ്രോബ്ലമാണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ഏത് പോയിന്റിലാണ് മിനിമം കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ Z എത്രയാണ് തന്നിരിക്കുന്നത്? Z തരുന്നത് 4x + 3y 4x + 3y ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ പോയിന്റും ചെക്ക് ചെയ്യണം. മിനിമം ഏതിലാണ് വരുന്നത്? D എന്ന് പറയുന്ന 0.8 ഇട്ട് കൊടുക്കുക. D0.8ൽ Z-ൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 8×3 = 24 ഇതാണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് D കഴിഞ്ഞാൽ C 2.5ൽ ഇതിവിടെ എത്രയാണ് വരുന്നത് വിചാരിക്കുക. 2.5ൽ
ഈ ഇസഡിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 25 ഇസഡിൻ്റെ വാല്യൂ. അപ്പോൾ 2 എന്നിട്ട് കൊടുക്കുമ്പോൾ ഇത് 8 വരും, ഇത് 15 വരും. അപ്പോൾ ഇത് 23 ആണ് വരുന്നത്. അപ്പോൾ മിനിമം ആണ്, ഇതിനേക്കാൾ കുറവാണിത്. ഓരോന്നും ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 4.3 എത്രയാണ് ഇസഡിൻ്റെ വാല്യൂ എന്താണ്? 4.3. അപ്പോൾ 4 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 16 ആണ്, ഇത് 9 ആണ്, ഇത് കൂടുതലാണ്, 25 വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിയിൽ ഇനി അടുത്ത ബിയിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എയിലേ ബാക്കിയുള്ളൂ 9,0. അപ്പോൾ 9 എക്സിന് 9 എന്ന് പറയുമ്പോൾ 36 എന്നാണ് വരുന്നത്, 0ക്ക് 0. അപ്പോൾ എനിക്ക് തോന്നണം ഏറ്റവും കുറവ് വരുന്നത് ഈ പോയിന്റിലാണല്ലോ, ഈ 25 നമുക്ക് ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത്, 25. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 25 എന്നായിരിക്കും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 8 ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തത് നോൺ സീറോ വെക്റ്റേഴ്സ് എ ബി സി ആണ് പറയുന്നത്. എ എന്ന് പറയുന്നത് എ ടു ബി വെക്ടർ എന്ന് ആ നൊട്ടേഷൻ കൊടുത്തിട്ടില്ല എങ്കിലും തെറ്റില്ല. ഇനി ബിയുടെ വാല്യൂ ഇവിടെ നോക്കിയിട്ട് ബിയുടെ വാല്യൂ പറയണം. ബിയുടെ വാല്യൂ വരുന്ന -1/7 സി എന്നാണ്, -1/7 സി എന്നാണ്. ആ ബി വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടുന്ന -8/7 സി എന്നാണ്. അപ്പോൾ എന്താണ്, എ ആൻഡ് ബി ആർ, എ ആൻഡ് സി പാരലാണ്, പക്ഷേ ഓപ്പോസിറ്റാണ്. ആൻറ്റി പാരൽ എന്നല്ലേ പറയുന്നത്. എ ബി സി ആർ പാരൽ, ബട്ട് ദിസ് ഈസ് ഇതിൻ്റെ ഈ നെഗറ്റീവ് സിമ്പൽ വന്നതുകൊണ്ട് പാരലായതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി, എത്ര വരും? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി എന്ന് പറയുന്നത് പാരലാകുമ്പോൾ 0 ആണ്. ഇവിടെ നെഗറ്റീവ് സൈൻ വന്നുകൊണ്ട് നമുക്ക് പൈ എന്നെഴുതണ്ടേ. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി അത് വരാൻ പോകുന്നത് എ വെക്ടർ ആൻഡ് ബി വെക്ടർ, അത് വരുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പം ഞാനിവിടെ എഴുതിയേക്കാം ഏത് റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞേക്കാം. ആ റിസൾട്ട് എന്ത് റിസൾട്ടാണ്? വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ കൊളീനിയർ വരുന്ന കേസ്. എ എന്ന് പറയുന്നത് കെ ടൈംസ് ബി വെക്ടറും കെ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ആംഗിൾ വരുന്നത് 0 ആണ്. എ വെക്ടർ ഈക്വൽ ടു കെ ടൈംസ് ബി വെക്ടർ, കെ നെഗറ്റീവ് വരുവാണെങ്കിൽ ആംഗിൾ വരാൻ പോകുന്നത് 180 ഡിഗ്രിയാണ്. ഈ റിസൾട്ടാണ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടത്. ആ റിസൾട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോൾ 9th ചെയ്തത്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 9th ഏതാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കുക. 10th പോവുകയാണ്. എ വെക്ടർ പ്ലസ് ലാംഡ ബി വെക്ടറാണ് അവർ പറയുന്നത്. എ പ്ലസ് ലാംഡ ബി എന്ന് പറയുമ്പോൾ എ വെക്ടർ പ്ലസ് ലാംഡ ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ എ പ്ലസ് ലാംഡ ബി എന്ന് പറയുമ്പോൾ എയുടെ കൂടെ 2ഉം ഇവിടെ വരുന്നത് മൈനസ് ലാംഡയുമാണ്. ഇവിടെ എയുടെ കൂടെ 2 വരുന്നുണ്ട്, ഇവിടെ വരുന്നത് 2 ലാംഡ വരുന്നുണ്ട്. ബി ലാംഡയാണല്ലോ, ബി ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇനി ട്രിപ്പിളറ്റിനകത്ത് ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ വരുന്നത് കെ ആണ്. അപ്പോൾ ലാംഡ കെ എന്ന് പറയുമ്പോൾ ഇത് 3k വരും. ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു സി വെക്ടർ. സി വെക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, സി വെക്ടർ വരുന്നത് ഇത് 3 വരുന്നുണ്ട്, ഇത് 1 വരുന്നുണ്ട്, ഇത് 0 വരുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ അറിയാമല്ലോ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ റിസൾട്ടായിട്ട് എഴുതുന്നില്ല. അപ്പോൾ 3 × 2 - ലാംഡ 1 × 2 + 2 ലാംഡ, ഇവിടെ എത്ര വരും? 0. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0. അപ്പോൾ 6 - 3 ലാംഡ 2 + 2 ലാംഡ = 0. അപ്പോൾ 8 = ലാംഡ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ലാംഡയുടെ വാല്യൂ ആണ് അവർ ചോദിച്ചത്. ലാംഡയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത് 8 എന്നാണ്. ലാംഡയുടെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എ പ്ലസ് ടി ബി ആണ് കാണേണ്ടത്. എ പ്ലസ് ടി ബി, എ പ്ലസ് ടി ബി ഇതെങ്ങനെ വരും? എയുടെ കൂടെ 1 ആണ്, ബിയുടെ കൂടെ ഇതാണല്ലോ ബി. അപ്പോൾ ടി ബി എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഇത് ടി ബി എന്ന് പറയുമ്പോൾ 1 + 2t എന്ന് വരും അല്ലേ? 1 + 2t, ടി ബി ആണല്ലോ. ഇനി എയുടെ കൂടെ വരുന്നത് 2 ആണ് വരുന്നത്. ഇവിടെ വരുന്നത് ജെ ഉണ്ട്, അപ്പോൾ ആ ജെയുടെ കൂടെ 2 + t. ഇനി ഇവിടെ വരുന്നത് എയുടെ കൂടെ ഇവിടെ 1 വരുന്നുണ്ട്, ഇവിടെ ഇല്ല, അപ്പോൾ 1 + 0. സി വെക്ടർ എന്താണെന്ന് നോക്കിക്കോളൂ. സി വെക്ടർ ഇവർ പറയുന്നത് 3 വരുന്നുണ്ട്, -4 × -5 വരുന്നുണ്ട്.
അപ്പോൾ എ പ്ലസ് ടു ബി വെക്റ്റർ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. എ പ്ലസ് ടി ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ സിയുമായിട്ട് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് 0 ആയിട്ട് എഴുതുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് കമ്പോണൻസ് ആണല്ലോ. 3 × 1 + 2t -4 × 2 + t. ഇവിടെ വരുന്നത് -5 = 0. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അവർ 2 ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. 3 + 6t -8 -4t -5 = 0. അപ്പോൾ ഇവിടെ 2t വരുന്നുണ്ട്. ഈ 3യും ഇവിടെ ഒരു 2t = 10 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ടിയുടെ വാല്യൂ 5 ആയിട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. ടിയുടെ വാല്യൂ 5. അപ്പോൾ ടിയുടെ വാല്യൂ 5 ആണ് നമുക്കിവിടെ ആൻസറായിട്ട് മാച്ച് ചെയ്യുന്നത്. ഇതായിരുന്നു നമ്മുടെ 11th ക്വസ്റ്റ്യൻ. ടിയുടെ വാല്യൂ വരുന്നത് 5 ആയിട്ട് വരും. 12th നോക്കുക. റിസൾട്ട് എന്ന് വെച്ചാൽ സം. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിൻ്റെ സമ്മാണ് വരുന്നത്. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഓർത്തിരിക്കുക. ഈ തന്നിരിക്കുന്നതിൻ്റെ സം, ഈ 2 വെക്ടറിൻ്റെ 2 + 4 6i എന്ന് വരും. 3 - 3 അത് 0 ആണ് വരുന്നത്. -k + 2k k എന്ന് വരും. റിസൾട്ടൻറ്റിൻ്റെ യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ ഇതിലെ യൂണിറ്റ് വെക്റ്റർ എത്രയായിരിക്കും വരുന്നത്? യൂണിറ്റ് വെക്റ്റർ, ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എങ്ങനെ എഴുതാം? ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ വരുന്നത് 6i + k ഡിവൈഡിങ് ബൈ 6ൻ്റെ സ്ക്വയർ 36, 1 × 1 37. അപ്പോൾ ഇത് വരുന്നത് 6i + k ഡിവൈഡിങ് ബൈ √37ൻ്റെ ഇതാണെങ്കിൽ യൂണിറ്റ് വെക്റ്ററായിട്ട് നമുക്കിവിടെ കിട്ടുന്നു. അപ്പോൾ 6i + k അതാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന ഏതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ എ പറയാൻ പറ്റും അല്ലേ? യൂണിറ്റ് വെക്റ്റർ റിസൾട്ടൻ്റായിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് എ ആയിട്ടാണ് കിട്ടുന്നത്. 1/√37 6i + k എന്നുള്ളതാണ് ഇതിൻ്റെ 12th ആൻസറായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്തത് 13th ഇതാണ് പാരലൽ പ്ലെയിൻസ് ആണ് കേട്ടോ. പാരലൽ പ്ലെയിൻസ് എങ്ങനെ ഇരിക്കണം? ax + by + cz + d1. അടുത്തത് ഇതുപോലെ തന്നെ ആയിരിക്കണം. ax + by + cz + d2 = 0. ഇതാണ് പാരലൽ പ്ലെയിൻസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? 2x + y + 2z - 8. ഇവിടെ കണ്ടോ, ഇവിടെ 4x എന്നാണ് തന്നിരിക്കുന്നത്. അത് നടക്കില്ല, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2x + y + 2z 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5/2 വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ആ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഇതാണ്. ഈ d1 - d2 ഡിവൈഡിങ് ബൈ √a² + b² + c² ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ d വരുന്നത്, ആ ഡിസ്റ്റൻസ് വരുന്നത് -8 - 5/2 ഡിവൈഡിങ് ബൈ √2ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ. ഇതിൻ്റെ മോഡുലസ് 16 അല്ലേ? 8 2 16 16 5 21 21/2 എന്ന് വരും. ഇതെത്രയാണെന്ന് നോക്കിയേ? 4 + 4 8. ഇത് 9 എന്ന് വരുന്നുണ്ട്. അപ്പോൾ -21 2 × 3 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ -7/2. മോഡുലസ് ഈസ് ദെയർ, മോഡുലസ് ഷുഡ് ബി ദെയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 7/2 എന്നാണ് എനിക്കിവിടെ ആൻസർ കിട്ടുന്നത്. അതൊരെണ്ണം ഇവിടെ മാച്ച് ചെയ്യുന്നുണ്ട്, 7/2. അപ്പോൾ ഈ 13th ആൻസർ വരുന്നത് 7/2 എന്നാണ്. 13th ആൻസർ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കണം. 7/2 ഈസ് ദി ആൻസർ. 14th പോവുകയാണ്. 14th നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലൈൻസ് തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ x - x1 ഡിവൈഡിങ് ബൈ L1 y - L1 അല്ലെങ്കിൽ നമുക്കിവിടെ L എന്ന് എഴുതാം. y - y1 ഡിവൈഡിങ് ബൈ m z - z1 ബൈ n. ഈ LMN എന്ന് പറയുന്നതാണ് പാരലൽ വെക്റ്റർ. LMN ആണ് അല്ലേ? ഈ ഓർഡേർഡ് പെയർ LMN അത് പാരലൽ വെക്റ്റർ എന്ന് പറയും. അല്ലെങ്കിൽ ദീസ് ആർ ദി കമ്പോണൻസ്, ദിസ് Li + Mj + Nk ആർ ദി പാരലൽ വെക്റ്റർ പാരലൽ ടു ദി ലൈൻ. ഈ തന്നിരിക്കുന്ന ലൈന് പാരലായിട്ട് വരും. അപ്പോൾ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു റിസൾട്ട് നല്ല രീതിയിൽ അറിയണം. അപ്പോൾ നമുക്ക് ഒന്നാമത് കിട്ടിയിരിക്കുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ഒന്നാമത്തത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒന്നാമത്തെ ലൈൻ നമ്പർ 1.
അപ്പോൾ ലൈൻ നമ്പർ 1 ഞാൻ എങ്ങനെ എഴുതുന്ന നോക്കൂ, എക്സ് ഡിവൈഡിങ് ബൈ 1/2. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 0 കൊടുക്കാം, 0 വേണമെങ്കിൽ കൊടുക്കാം. ഇനി അടുത്തത് y ഡിവൈഡിങ് ബൈ 1/3. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ 0 എന്ന് കൊടുക്കാം, 3y എന്ന് കിട്ടുമല്ലോ. ഇത് വരുന്നത് z/-1. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ 0 എന്ന് കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ ലൈൻ. സെക്കൻഡ് ലൈൻ എന്താണെന്ന് നോക്കുക, L2. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് എന്താണ് യൂസ് ചെയ്യുന്നത്? ആംഗിൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പാരൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ പാരൽ വെക്ടർ നിങ്ങൾക്ക് നോക്കി പറയാമല്ലോ. ഇതിൻ്റെ പാരൽ വെക്ടർ എത്രയായിരിക്കും? പാരലൽ വെക്ടർ എന്ന് പറയുന്നത് 1/2i 1/3j - k. ഇതാണ് ഇതിൻ്റെ പാരൽ വെക്ടർ. രണ്ടാമത്തെ ലൈൻ എന്താണ് തന്നിരിക്കുന്നത് നോക്കാം, L2 ലൈൻ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, x/1/6 ആണ്, 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. y/-1 ആണ്, z/-1/4 ആണ്. അപ്പോൾ ഇവിടുത്തെ പാരലൽ വെക്ടർ ഏതാണ്? ഈ ലൈനിൻ്റെ പാരലൽ വെക്ടർ ഏതാണ്? ഇതിൻ്റെ പാരലൽ വെക്ടർ എന്ന് വെച്ചാൽ ബി വെക്ടർ എന്ന് കൊടുക്കുകയാണെങ്കിൽ 1/6i - j cap -1/4 k cap. ഇതാണ് ബി വെക്ടർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമല്ലോ അല്ലേ? ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ രണ്ടിലും നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ എ ഡോട്ട് ബി എന്താണെന്ന് നോക്കാൻ പോവാണ്. എ ഡോട്ട് ബി എന്താണെന്ന് നോക്കുന്നു. അങ്ങനെയാണ് ആംഗിൾ ഓഫ് 2 ലൈൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ പാരലൽ വെക്ടറിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് എത്ര വരും? 1/2 × 1/6. ഇവിടെ വരുന്നത് -1/3 എന്ന് വരുന്നുണ്ട്. അടുത്തത് +1/4 എന്ന് വരുന്നുണ്ട്. +1/4 ആണ് കേട്ടോ. ഇത് +1/4. അപ്പോൾ ഇത് വരുന്നത് 1/12. ഇത് എൽ സി എടുക്കുമ്പോൾ ഇത് -1/12. അപ്പോൾ ഇത് 0 വരുന്നില്ലേ? ഡോട്ട് പ്രോഡക്റ്റ് 0 വന്നു. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 വരുവാണെങ്കിൽ എത്രയായിരിക്കും ആംഗിൾ വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 14th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. 14th പ്രോബ്ലമിനകത്ത് നമുക്കിത് 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അടുത്തത് 15th ക്വസ്റ്റ്യൻ. ഇതാണ് പ്ലെയിൻ. കണ്ടോ, ഈ പ്ലെയിൻ തന്നിരിക്കുന്നുണ്ട്, ഈ പ്ലെയിൻ. അപ്പോൾ r.m വെക്റ്റർ = 0 എന്ന് പറയുമ്പോൾ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ നമുക്ക് പറയാൻ പറ്റും. അത് ഈ എം വെക്റ്ററാണ്. വെക്റ്റർ പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടു ദി പ്ലെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്ന നോർമൽ ടു ദി പ്ലെയിൻ എന്നാണ്. നോർമൽ ടു ദി പ്ലെയിൻ. അപ്പോൾ നോർമൽ ടു ദി ഫസ്റ്റ് പ്ലെയിൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് പ്ലെയിൻ്റെ നോർമൽ എത്രയാണ്? ഈ 2 - λ3 ആണ്. സെക്കൻഡ് പ്ലെയിൻ്റെ നോർമലും നമുക്ക് എഴുതാൻ പറ്റും. സെക്കൻഡ് പ്ലെയിൻ്റെ നോർമൽ എത്രയാണ്? λ5 - 1. ഇതാണ് സെക്കൻഡ് പ്ലെയിൻ്റെ നോർമൽ. പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ അല്ലേ? പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽസ് ആർ പെർപെൻഡിക്കുലർ എന്നാണ് വരുന്നത്. പ്ലെയിൻസ് ആർ പെർപെൻഡിക്കുലർ മീൻസ് നോർമൽസ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ നോർമൽസ് ആർ പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ? ഇതാണ് ഒന്നാമത്തെ നോർമൽ, ഇതാണ് രണ്ടാമത്തെ നോർമൽ. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എത്രയായിരിക്കും? പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ 2 λ - 5 λ -3 = 0. -3 λ = +3. ലാംഡേൻ്റെ വാല്യൂ -1 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്, λ -1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളത് ട്രൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ലാംഡയുടെ വാല്യൂ വരുന്നത് -1 എന്നാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ അവർ ചോദിച്ചിരിക്കുന്നത് λ -1 അല്ല ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോറി, λ -1 അല്ലേ, λ² + λ അവർ ചോദിച്ചിരിക്കുന്നത്. λ² + λ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. λ² + λ. ഇവിടെ ലാംഡയുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പോൾ λ² എത്ര വരും? 1 എന്ന് വരും. ഇത് -1. അപ്പോൾ ഇത് 0 എന്നല്ലേ വരത്തുള്ളൂ. λ². ഞാൻ വിചാരിച്ചു ലാംഡയുടെ വാല്യൂ ആണ്. ലാംഡയുടെ വാല്യൂ ഇല്ല, λ² + λയുടെ വാല്യൂ ആണ്. അപ്പോൾ 15ാമത്തെ ആൻസർ വരുന്നത് 0 എന്നാണ്. 15ാമത്തെ ആൻസർ വരുന്നത് 0 എന്നാണ്. കോൺസെപ്റ്റ് എഴുതാം. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെതായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്.
കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് വളരെ ഫേമസ് ആണ്. 1 + sin 2x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഈ sin x + cos xൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? sin x + cos xൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ 1 + sin 2x എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്? നമ്മുടെ ഇൻ്റഗ്രൽ എന്തായിട്ടായിരിക്കും വരുന്നത്? ഇവിടെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ഈ ഇൻ്റഗ്രൽ എന്നും പറഞ്ഞ് നമുക്കിവിടെ കിട്ടുന്നത് 0 മുതൽ π/2 വരെ. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. sin x + cos x ദി ഹോൾ സ്ക്വയർ എന്നാണ് ഇത് വരുന്നത്. 1 + sin 2x sin x + cos x ദി ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ താഴത്ത് വരുന്നത് sin x + cos x എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഒരു sin x cos x ക്യാൻസലായിട്ട്, അപ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം നന്നായിട്ട്. sin x + cos x dx എന്ന് വരും. sin x ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണ്? മൈനസ് cos xൻ്റെയാണ്. cos x ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണ്? sin xൻ്റെ. അപ്പർ ലിമിറ്റ് π/2, ലോവർ ലിമിറ്റ് 0 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ π/2 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ആൻസർ 2 എന്ന് വരുന്നുണ്ട്. π/2 ഇടുമ്പോൾ ഇത് 1 ആണ്, ഇത് 0 വരും. മൈനസ് ഇട്ടിട്ട് 0 ഇടുമ്പോൾ ഇത് 1 വരും, അത് 0 വരും. അപ്പോൾ 2 എന്നാണ് ഇതിൻ്റെ ആൻസർ വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 16ാമത്തേൻ്റെ ആൻസർ 2 എന്നാണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16ൻ്റെ ആൻസർ 2 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഈ റിസൾട്ട് ഞാൻ നേരത്തെ എഴുതിയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതാണ് ആ റിസൾട്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഇൻ്റഗ്രൽ a to b fx dx എന്ന് പറയുന്നത് b - a/2 എന്ന് വരും. കണ്ടീഷനുണ്ട് fx പ്ലസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ റിസൾട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ 0 to π/2 എന്ന് പറയുമ്പോൾ ഈ റൂട്ട് ഓഫ് tan x ഉണ്ടല്ലോ, ഇതിനെ sin x/cos x എന്ന് എഴുതണം. അപ്പോൾ ആ cos x മുകളിലും, ഇതാണ് നമ്മുടെ ഐ, താഴത്ത് വരുന്നത് റൂട്ട് ഓഫ് cos x + റൂട്ട് ഓഫ് sin x എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മളുടെ fx എത്രയാണ്? fx എന്നും പറഞ്ഞായിരുന്നു, ഇതിനെയാണല്ലോ നമ്മൾ fx എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് cos x + റൂട്ട് ഓഫ് sin x. അപ്പോൾ നിങ്ങൾ നോക്കിയേക്കണം, ഈ π/2 - x ഇതാണല്ലോ a + b - x, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ആൻസർ എത്രയാണ്? b - a/2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് ഈ ബി പാർട്ടായിരിക്കും. അപ്പോൾ π/4 എന്നാണ് ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ ബി പാർട്ടായിട്ട് അതിൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. അപ്പോൾ ഇത് കുറച്ച് എഴുതി നോക്കേണ്ടി വരും. x × dy/dx = y × ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, log y - log x എന്ന് കണ്ടോ, log y/x എന്ന് വന്നിട്ടുണ്ട്, +1 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിസൾട്ടാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞേക്കാം. കോൺസെപ്റ്റ് എന്താണ്? ഇതിലെ കോൺസെപ്റ്റ് ഇതാണ്. ഇപ്പോൾ dy/dx എന്ന് പറയുന്നത് f(y/x) വരുവാണെങ്കിൽ ഈ y/x-ന് നമ്മൾ എത്ര പേര് പറയും? v എന്ന് പേര് പറയും. അപ്പോൾ വിയുടെ വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? vx അല്ലെങ്കിൽ xv എന്ന് പറയാം, x × v എന്ന് പറയും. അപ്പോൾ dy/dx എത്ര വരും? dy/dx വരുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ രീതിയിലാണ് അത് എഴുതി പോകുന്നത്. ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് dy/dx കിട്ടിയില്ലേ? ഇത് കണ്ടോ, dy/dx എത്രയാണ് വരുന്നത്? y/x, ഈ x ഇപ്പുറം വരുമ്പോൾ log y/x അല്ലേ? ഇവിടെ വരുന്നത് എത്രയാണ്? log y/x +1 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം. dy/dxൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും വരുന്നത്? x × ആ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുക. dy/dx + v എന്ന് വരും. ഇവിടെ വരുന്ന v × log v +1 എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾ നോക്കിയേ, ഇത് കാണാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ വരുന്നത്, ഇത് വരുന്ന v log v-യും ഇത് +v-യുമാണ്. അപ്പോൾ ഇവിടെ ഒരു v രണ്ട് സൈഡിലും ക്യാൻസൽ ആവും. അപ്പോൾ x × dv/dx എന്ന് പറയുന്നതാണ് v × log v എന്നും പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും? വേരിയബിൾ സെപ്പറബിൾ ഫോം. ഈ dv/v log v = dx/x എന്ന് വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മുകളിൽ 1/v dv എന്ന് വരും,
താഴത്ത് വരുന്നത് ലോഗ് ബി. ഈ ലോഗ് ബിയുടെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് dx/x ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലോഗ് ഓഫ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് വരും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആൻസർ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ എല്ലാ ലോഗ് വരുവാണെങ്കിൽ ഇതിനെ ലോഗ് കൊടുത്തിട്ട് ലോഗ് ബിയുടെ ആൻസർ എത്ര വരും? CX എന്ന് വരും. അതായത് ലോഗ് y/xൻ്റെ വാല്യൂ വരേണ്ടത് CX എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ലോഗ് y/x ഈക്വൽ ടു CX എന്ന് പറയണം. y/x ഈക്വൽ CX. അത് തന്നിരിക്കുന്നത് ഈ ഡി പാർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 നമ്മൾ ട്രൈ ചെയ്തു. 18ൻ്റെ ആൻസർ വരുന്നത് ഡി എന്നാണ്. 18ൻ്റെ ആൻസർ വരേണ്ടത് ഡി എന്നാണ്. 19ലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ പറയുന്നത്, ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾക്ക് എന്തുണ്ട്? അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിനോമിനേറ്റർ ഉണ്ടോ, അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണോ എങ്കിൽ ആൻസർ വരാൻ പോകുന്നത് ln fx പ്ലസ് സി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗ് fx പ്ലസ് സി എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഇത് കൊടുത്തിരിക്കുന്നത്. fxൻ്റെ സ്ഥാനത്ത് എത്രയാണ്? ഡിനോമിനേറ്ററിൽ e⁻²x പ്ലസ് e⁻−2x. ഇതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് പറയുന്നത്? e⁻²x × 2 മൈനസ് e⁻−2x × 2. അപ്പോൾ ഒരു 2ൻ്റെ കുറവുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ വരാൻ പോകുന്നത്? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കണം. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് നോക്കി പറഞ്ഞുകൂടെ, ഇത് സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 1/2 അല്ല, 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായിരിക്കും ഇവിടുത്തെ ആൻസറായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 19. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാനിന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്, ഈ സേക്ക് വരുവാണെങ്കിൽ, sec⁻nx വരുവാണെങ്കിൽ, ഇവിടെ കൊസേക്കാണല്ലേ, അപ്പോൾ കൊസേക്ക് എഴുതാം. കൊസേക്കും സേക്കിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഇവിടെ cosec⁻nx dx വരുവാണെങ്കിൽ നമ്മളതിനെ ഇങ്ങനെ cosec⁻n−2x × ഒരു cosec² x ഇങ്ങോട്ട് മാറ്റും. ഈ cosec² x-നെ നമുക്ക് എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 + cot² x എന്ന് എഴുതാം. ഇതാണ് ഇതിലെ ഇൻ്റഗ്രേഷൻ്റെ മെയിൻ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? ഒരു cosec² x ഇങ്ങോട്ട് മാറ്റും. ഒരു cosec² x-നെ 1 + cot² x dx എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് cot² x-ഉം ഈ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ വരുന്ന ഒരു -cosec² x ആണ് വരേണ്ടത്. പക്ഷേ അവിടെ പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് മൈനസ് കിട്ടണം. അടുത്തത് വരേണ്ടത് cosec² x എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന്, ഞാനിപ്പോൾ സ്പീഡിൽ എഴുതുന്നതുകൊണ്ട് ഹാൻഡ് റൈറ്റിങ്ങിൽ ഇച്ചിരി പ്രോബ്ലം ഒക്കെ ഉണ്ട്. അത് നിങ്ങളൊന്ന് സാവധാനം മനസ്സിലാക്കുക. നമുക്ക് സ്പീഡിൽ ചെയ്യണമല്ലോ ഇത്. കോട്ടെക്സിൻ്റെ cosec² x എന്ന് പറഞ്ഞാൽ -cot x + c എന്നാണ്. ഈ രീതിയിലാണ് നമുക്കിവിടെ ആൻസർ വരേണ്ടത്. അപ്പോൾ ഒരു മൈനസ് വരുന്നുണ്ട് രണ്ടിടത്തും. അപ്പോൾ അങ്ങനെയുള്ളത് ഏതാണ് എടുത്ത ആൻസർ? ഈ സി പാർട്ടാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കുറച്ച് എഴുതുമ്പോൾ തന്നെ ഐഡിയ കിട്ടിക്കോളും. 20th നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 20th ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. 21st നമ്മൾ കടക്കുവാണ്. 21st കോൺസെപ്റ്റ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനകത്തും കോൺസെപ്റ്റ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനകത്തും കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? 1/sin² x cos² x-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെഴുതാവുന്നത് sec² x + cosec² x എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ആ റിസൾട്ട്. എങ്ങനെയാണിത് പ്രൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ RHS ഇന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, എങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്. sec² x + cosec² x-നെ ഇങ്ങനെ 1/cos² x 1/sin² x എന്ന് എഴുതുക. LCM എടുത്ത് നോക്കൂ. sin² x + cos² x 1 കിട്ടിക്കോളും. താഴത്തെ ഇതിൻ്റെ LCM ഇത് കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? അതാണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ sec² x + cosec² x dx എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. sec² ഏതിൻ്റെ ഡെറിവേറ്റീവ് ആണ്? tan x. പക്ഷേ ഈ cosec² കേസിൽ -cot x + c എന്നാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ tan x - cot x + c എന്ന് പറയുന്ന ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. ഇതായിരുന്നു നമ്മുടെ 21st. 22nd ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ്. ഇതിലെയും കോൺസെപ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ e⁻fx കാണുവാണെങ്കിലുണ്ടല്ലോ, ഇവിടെ ഇതിൻ്റെ f'(x) dx വരണം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ എഫ് എക്സിനാണ് ടി എന്ന് പേര് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന e⁻⁻⁴x³ എന്ന് വരുന്നുണ്ട്, പിന്നെ x⁻⁵ dx എന്നും ഉണ്ട്. ഞാൻ എൻ്റെ കുറച്ച് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുന്നത് -4x³ അപ്പോൾ ഡി ടിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? -12x² dx. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ഓർത്തിരുന്നേക്കണം. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഡി ടി ബൈ -12 എന്ന് പറയുന്നതാണ് നമ്മുടെ x² dx. അപ്പോൾ നമ്മുടെ ഐ എങ്ങനെ മാറും? ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എങ്ങനെ മാറും? ഇവിടെ നമുക്ക് e⁻⁻⁴x³ വേണം, പിന്നെ ഒരു x² dx എഴുതണം, പിന്നെ ഒരു x³ കൂടിയുണ്ട് അല്ലേ? കാരണം നമുക്കിവിടെ x⁵ ആണല്ലോ, ഇവിടെ x⁵ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു x² dx വേണമായിരുന്നു. ആ x⁵ നിന്ന് ഒരു 2 ഇവിടെ എടുത്തു, പിന്നെ ഒരു 3 അവിടെയുണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂ ആണ് നമ്മളിവിടെ മാറ്റി എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ -4x³ ഈ വാല്യൂ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തേക്കുക. അപ്പോൾ ഇത് വരാൻ പോകുന്നത് ബാക്കി ഇത് e⁻t എന്ന് വരും. ഇത് വരാൻ പോകുന്ന ഡി ടി ബൈ -12 എന്നാണ്. x³ വാല്യൂ വരാൻ പോകുന്നത് t/-4 എന്നാണ്. അപ്പോൾ ഇത്രയും വാല്യൂ നമ്മൾ മാറ്റും. 1/48 എന്ന് വരും. ഇവിടെ ഇൻ്റഗ്രലിനകത്ത് വരുന്ന e⁻t dt എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങളെന്ന് കണ്ടോ, -1/48 ഉണ്ട്, e⁻⁻⁴x³ ഉണ്ട്, എഫ് എക്സ്. ഇതിൻ്റെ എഫ് എക്സ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, t+1 എന്നാണ് ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്, t+1. അപ്പോൾ t+1 എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് t+1. ഒരു മൈനസിൻ്റെ ടിയുടെ സ്ഥാനത്ത് അവിടെ ഈ ഒരു -4x³ ഉണ്ട്. അപ്പോൾ -4x³ മൈനസ്, അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് ഞാനിവിടെ എഴുതിയേക്കാം. ഇൻ്റഗ്രേഷൻ നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മൾ ഹൈലൈറ്റ് റൂൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഇവിടെ വരുന്നത് 1/48 ഇൻറ്റു ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് e⁻t (t-1 + c) എന്നാണ്. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് -4x³ എഴുതുമ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിട്ട് മാറും? എ ആണ് ആൻസർ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ 2-3 പ്രാവശ്യം ചെയ്തതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതുപോലെ വരുമ്പോഴുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതായിരുന്നു നമ്മുടെ 22nd പ്രോബ്ലം. 22nd പ്രോബ്ലം ഇതാണ്. 23rd നിങ്ങൾ ഓർത്തേക്കണം ഇത് അല്ലേ? ഈ റിസൾട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മൾ കോൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പലതും. ക്ലാസ് നോട്ട്സൊക്കെ നന്നായിട്ട് നോക്കുക. കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ sin⁻²2nx cos⁻²2nx എന്ന് വന്നു കഴിഞ്ഞാൽ sin²x cos²x⁻n ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കിവിടെ sin⁻6x ആണ്, cos⁻6x. അപ്പോൾ ആ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ഇച്ചിരി ഫാസ്റ്റിൽ ചെയ്യണമല്ലോ, നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എഴുതുന്നത്. sin⁻6x, പെൻ വേണമെങ്കിൽ മാറ്റാം, sin⁻6x cos⁻6x അല്ലേ? അപ്പം നമുക്കിവിടെ ചെയ്യേണ്ടത് sin²x + cos²x⁻³ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വരാൻ പോകുന്നത് sin⁻6 വരും, cos⁻6x വരും, പ്ലസ് 3ab. അപ്പോൾ 3 sin²x cos²x. a + bയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ RHSും 1 ആണ്. അപ്പോൾ 1 = sin⁻6x cos⁻6x. ഇതിനെ നമുക്ക് 3/4 ഇൻറ്റു sin²2x എന്ന് എഴുതാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തായിരിക്കും ഇതിൽ ആൻസർ വരാൻ പോകുന്നത്? ഇതിൽ ആൻസർ വരാൻ പോകുന്നത് എന്താണ്? അപ്പോൾ ഇവർ തന്നിരിക്കുന്ന ഇത് മുഴുവനോടെ തന്നിട്ടുണ്ട് അല്ല, ഇത് മുഴുവനോടെ തന്നിട്ടുണ്ട്. 3 sin²x cos²x എന്ന് അവർ തരുന്നത്. അതിൻ്റെ വാല്യൂ 1 ആണ് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇതിനകത്ത് കൂടുതൽ ചെയ്യാനില്ല ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഈ തന്നിരിക്കുന്നതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇൻ്റഗ്രൽ ഓഫ് 1 dx, അതായത് x + c എന്നായിരിക്കുമല്ലോ ഇത്. ദിസ് ഇസ് എ വെരി നൈസ് പ്രോബ്ലം. 23rd പ്രോബ്ലം ബി ട്രൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 23rd. 24ലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് നമ്മൾ കടക്കുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ പവർ റിസൾട്ട് എഴുതണമല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ പവർ n log x എന്ന് പറയുന്നത് ഈ പവർ log x⁻n ആണ്. അപ്പോൾ ഈ കാൽക്കുലസിനകത്ത്
ഇതിൻ്റെ ബേസ് ഇ ആയിരിക്കും, ലോഗിൻ്റെ ബേസ് ഇ ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ x⁻n എന്നാണ്. അപ്പോൾ ഈ റിസൾട്ട് ഒന്ന് നിങ്ങളൊന്ന് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കണം. റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ട് ഉണ്ടല്ലോ, ഈ റിസൾട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, e⁻n log x. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന ഇൻ്റഗ്രലിനകത്ത് ഏതായിരിക്കും വരുന്നത്? x⁵, ഇവിടെ x⁴, ഇവിടെ വരുന്നത് x³, ഇവിടെ x². ന്യൂമറേറ്ററിനകത്ത് x⁴ കോമൺ ആയിട്ട് എടുക്കുക, ഇവിടെ x-1 വരുന്നുള്ളൂ. ഇവിടെ x² കോമൺ ആയിട്ട് എടുക്കുക, ഇവിടെയും x-1 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് രണ്ടും ക്യാൻസൽ ആകുമല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് രണ്ടും ക്യാൻസൽ ആവും. x⁻⁻1 ഇതും ക്യാൻസൽ ആവും. അപ്പോൾ x² dx എന്നല്ലേ വരുന്നുള്ളൂ. അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? x² dx എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ ഈ x³ / 3 + e എന്ന് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ 24th ആയിട്ട് വരുന്നത്. 25th നമുക്ക് പോവാം. 25th ക്വസ്റ്റ്യൻ നമ്പർ 25 ഒന്ന് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 25 വരുന്നത്, ഞാൻ ആ കോൺസെപ്റ്റ് ആണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എന്താണ് കോൺസെപ്റ്റ്? ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന കോൺസെപ്റ്റ്. fx⁴n f'(x) dx ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് fx⁴n+1 ഡിവൈഡിങ് ബൈ n+1 + e എന്നാണ്. ഇതാണ്. അപ്പോൾ ഞാനിവിടെ 25th ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. ഈ 1 + cos x (2) ഇവിടെ വരുന്നത് sin x dx. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മളിവിടെ fx-നാണ് t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. fx-നാണ് നമ്മൾ t എന്ന്. അപ്പോൾ ഞാനിവിടെ t എന്നും പറഞ്ഞു കൊടുക്കുന്നത് ഈ 1 + cos x-നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ dt എത്രയായിരിക്കും വരുന്നത്? -sin x dx എന്നാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് t⁻² - dt എന്നാണ്. t⁻² - dt എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ആൻസർ വരാൻ പോകുന്നത്? ഒരു മൈനസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം, പോയിട്ട് അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്? t⁻² എന്ന് പറയുമ്പോൾ t⁻² + 1 ഡിവൈഡിങ് ബൈ -2 + 1 + e. അപ്പോൾ ഇത് കിട്ടുന്നത് 1/t + e എന്നാണ്. ടിയുടെ സ്ഥാനത്ത് ആ വാല്യൂ ഇട്ട് കൊടുക്കുക, 1/1 + cos x + e. ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്, 1/1 +. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഇതാണ് ഇവിടെ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 25 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളതുപോലെ ഓരോന്നും 1/1 ആയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 26th കിടക്കുകയാണ് കേട്ടോ. 26th കിടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴേ റിസൾട്ട് നിങ്ങളൊന്ന് ഓർത്തേക്കുക. റിസൾട്ട് വേണമല്ലേ ഇതിനകത്ത്? റിസൾട്ട് ഞാനിവിടെ എഴുതാം. dx ഡിവൈഡിങ് ബൈ x⁻n+1 x⁻m എന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ഓർത്തേക്കുക, ഇവിടെ x⁻m ഈ ബ്രാക്കറ്റ് വന്നില്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊരു റൂളുണ്ട്. ഈ റൂളാണ് നമ്മളിവിടെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 26-നകത്ത് നമുക്ക് കാണുന്നത് ഈ x² ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ x² എന്ന് എഴുതാൻ കാരണമുണ്ട് അവിടെ, ഞാനത് പറഞ്ഞേക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഒരു 2x എഴുതണം. അപ്പോൾ ഡിവൈഡും ചെയ്യണമല്ലോ, ആ 2 ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ 2x ഡിവൈഡും മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെയാണ് ഈ കാണുന്നത്. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. 1/x² - 1/x² + 1. ഇങ്ങനെ നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഈ x² + 1 - x² കഴിയുമ്പോൾ ഇത് കിട്ടിക്കോളും. ഈ രീതിയിൽ തന്നെ നമുക്കത് വന്നോളും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും മാറുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് ഇവിടെ ഒരു 1/2 ഉണ്ടായിരുന്നു. ഈ 2x ഇവിടെ വരുമ്പോൾ ഇത് 2/x എന്നേ വരത്തുള്ളൂ. ഇവിടെ വരുന്നത് 2x ഡിവൈഡിങ് ബൈ x² + 1 എന്നാണ്. അപ്പോൾ ഇത് 1/2 ഇത് 2ln x വരുന്നുണ്ട്. ഇത് വരുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ln x² + 1 എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ln x - ln x² + 1 + e എന്നാണ് ഇവിടുത്തെ അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ആ ബ്രാക്കറ്റ് ഏതാണോ ln x - ln x² + 1 ഒരു 1/2 ഉണ്ടായിരുന്നു കേട്ടോ. ഈ 1/2 ഇവിടുത്തെ 2 ആയിട്ട് ക്യാൻസൽ ആകും. 27th നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 27th ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. നിങ്ങളൊന്ന് നോക്കുക. എന്താണ് ഞാൻ ഈ പറഞ്ഞത്? നേരത്തെ പറഞ്ഞിരുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ്.
ഇപ്പോൾ ഇ റൈസ് ടു എഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ എഫ് ഡാഷ് എക്സ് ഡി എക്സ് വരണം. പിന്നെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ടി ഈക്വൽ ടു എഫ് എക്സ് എന്നാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഇ റൈസ് ടു എക്സ് ക്യൂബ് ആണല്ലോ. ഇവിടെ അതിൻ്റെ ഡെറിവേറ്റീവ് വരണമെന്നാണ് നിയമം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഈ എക്സ് ക്യൂബിനാണ് നമ്മൾ ടി എന്നും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഡി ടി എത്രയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. 3x² dx. അപ്പോൾ 3x² dx ആണ് വരുന്നതെങ്കിൽ ഈ x² dx വാല്യൂ എത്രയായിരിക്കും വരുന്നത്? അതായിരിക്കും ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ കാര്യത്തിൽ നമുക്കിവിടെ കിട്ടുന്നത് ഇ റൈസ് ടു ടി വരുന്നുണ്ട്. ഈ x² dx വാല്യൂ വരുന്നത് dt/3 എന്നാണ്. അപ്പോൾ ഇത് 1/3 ഇൻറ്റു ഇ റൈസ് ടു ടി, ടിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുവാണ്, x³ + c എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എ പാർട്ടായിരിക്കുമല്ലോ അല്ലേ? എ പാർട്ടാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. 1/3 ഇൻറ്റു എ റൈസ് ടു x³ dx എന്ന് പറയും. ഇതായിരുന്നു നമ്മുടെ 27th പ്രോബ്ലം. 28th എന്താണെന്ന് നോക്കാം. 28th. അപ്പോൾ 28th അതിലെ കോൺസെപ്റ്റ് ഞാനിവിടെ എഴുതിയേക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് പഠിക്കണം കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഇ റൈസ് ടു എക്സ് തരും, പിന്നെ ഇവിടെ എഫ് എക്സും എഫ് ഡാഷ് എക്സ് ഡി എക്സും ഉണ്ടെങ്കിൽ അപ്പോൾ ആ റിസൾട്ട് പഠിച്ചാലേ കാര്യം നടക്കുള്ളൂ കേട്ടോ. ഈ റിസൾട്ട് വരുമ്പോൾ ഇവിടെ എഫ് എക്സും അതിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ സമ്മേഷനാണ്, ഇവിടെ സമ്മാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇ റൈസ് ടു എഫ് എക്സ് + സി എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ കോൺസെപ്റ്റ്. ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ ഇ റൈസ് ടു എക്സ് വരും, ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സേക്ക് എക്സ് വരും. ഇവിടെ വരുന്ന അതിൻ്റെ സേക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ? ഇവിടെ എഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്, അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവിടെ എഫ് ഡാഷ് എക്സും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഇ റൈസ് ടു എഫ് എക്സിൻ്റെ സ്ഥാനത്ത് സേക്ക് എക്സ് എന്ന് എഴുതണം, + സി എന്ന് വരും. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഇവിടെ ആൻസറായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്? ഇ റൈസ് ടു എക്സ് സേക്ക് എക്സ്. ഈ ബി പാർട്ടായിരിക്കും ഇതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ വരുന്നത്. അതായിരുന്നു 28th പ്രോബ്ലം വരുന്നത്. 29th പ്രോബ്ലം സൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബേസിക് റിസൾട്ട് ഇതാണ്. നമുക്കിങ്ങനെ സൈൻ എനെ 2 sin A cos A എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 cos A ഇവിടെ 2 cos Xും വരും, അല്ല ഇത് ഇവിടെ എ എന്ന് എഴുതിയാൽ മതി. 2 cos A ഇവിടെ വരുന്നത് sin 2A എന്നായിരിക്കും. അപ്പോൾ sin Aനെ sin 2A മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഈ സൈൻ ഡിനോമിനേറ്ററിനാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്, sin x/2. അപ്പോൾ എയുടെ സ്ഥാനത്ത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 sin അല്ല കോസ് ആണ് എഴുതേണ്ടത്. 2 cos x/2 ഇൻറ്റു sin x എന്ന് ഇവിടെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രോപ്പർട്ടി. ട്രിഗണോമെട്രിയുടെ ഒരു പ്രോപ്പർട്ടിയാണിത്. ട്രിഗണോമെട്രിയിലെ ഒരു പ്രോപ്പർട്ടിയാണ്. സൈൻ എനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1/2 cos A ഇൻറ്റു sin 2A എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ പ്രോപ്പർട്ടി ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ, ഈ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ ഇവിടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ വരുന്നത് sin 5x/2 dx ഉണ്ടായിരുന്നു. sin x/2ൻ്റെ സ്ഥാനത്ത് ഈ 2 cos x/2 ഇൻറ്റു sin x എന്ന് പേര് പറയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് എഴുതി പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് മാറുന്നത് നോക്കിയാൽ ഈ 2 cos x/2 മുകളിൽ വരും. അപ്പോൾ ഇത് 2 sin 5x/2 cos x/2, താഴത്ത് വരുന്നത് sin x dx എന്നാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ സ്ക്വയറിനകത്ത് തന്നിരിക്കുന്നത് നിങ്ങൾ നോക്കി, ഈ സ്ക്വയറിനകത്ത് തന്നിരിക്കുന്ന ഒരു ഫോർമുലയാണ്. ഏതാണ് ആ ഫോർമുല എന്ന് ഞാൻ ഇവിടെ എഴുതിക്കാം. 2 sin A cos B. 2 sin A cos B എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാവുന്നത് sin A + B - sin A - B എന്നാണ്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഈ ബോക്സിനകത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 sin 5x/2 cos x/2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം 5x + x 6x/2. അപ്പോൾ ഇത് sin 3x മൈനസ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് സൈൻ ഇതൊന്ന് 5x 4x. അപ്പോൾ ഇത് sin 2x എന്ന് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് മാറുന്നത്. ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഒരു ലെങ്തി ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുവാണ്. അപ്പോൾ ഈ sin 3xൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, 3 sin x - 4 sin³ x. അതാണ് ഈ sin 3xൻ്റെ വാല്യൂ.
സൈൻ 2x വാല്യൂ 2 sin x cos x. അപ്പോൾ നമുക്ക് ഇതിനകത്ത് sin x കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ആ എഴുതിയിരിക്കുന്നതിൽ sin x കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ബാക്കി ഇവിടെ വരുന്ന 3 - 4 ഇത് sin സ്ക്വയർ x ആണ്. ഇത് വരാൻ പോകുന്നത് -2 cos x എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ sin x ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഐ എങ്ങനെ മാറുമെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഐയുടെ വാല്യൂ വരാൻ പോകുന്നത് ആ sin x ക്യാൻസൽ ആയിട്ട് ഇവിടെ 3 - 4 sin സ്ക്വയർ x -2 cos x ഈ രീതിയിലേ വരുള്ളൂ. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 2 sin സ്ക്വയർ എക്സിന് നമുക്കൊരു പേരുണ്ട്, 1 - cos 2x എന്ന് പറയും. ഇവിടെ വരുന്നത് 2 cos x ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 3 - 2 ഇത് 1 വരും. 1 + 2 cos 2x -2 cos x എന്നാണ് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ വരുന്നത് x ഇൻറ്റു ഇത് സൈൻ കോസ്, സൈൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ്. അപ്പോൾ ഇത് വരാൻ പോകുന്നത് ഇത് sin 2x + sin 2x ഇത് എത്ര വരും? -2 sin x + c എന്ന് വരും. x + sin 2x x + sin 2x -2 sin x cos x എന്ന് പറയുന്നത് അവിടെ നമ്മളെ സംബന്ധിച്ചും ഒരെണ്ണം പോലും അങ്ങനെ മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് നോക്ക്, ഇവിടെ sin xൻ്റെ cos xൻ്റെ ഇത് cos x sin xൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. 3 - 4 sin cube x -sin 2x എന്നാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ ഇത് പ്ലസ് ആണ് കേട്ടോ, sin a + b. അപ്പോൾ ഇതിവിടെ പ്ലസ് വരും. ഇവിടെ ഒരു പ്ലസിൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് x + sin 2x + 2 sin x. അപ്പോൾ ആ സി പാർട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എഴുതിയതിൽ ആ റിസൾട്ടിലുള്ള ഒരു പാഴ്ചയാണ്. അപ്പോൾ റിസൾട്ട് പഠിക്കാതെ കാര്യം നടക്കില്ല. 2 sin a cos b എന്ന് വെച്ചാൽ sin a + b + sin a - b എന്നാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു ലെങ്തി പ്രോബ്ലം ആയിരുന്നു. ദിസ് ലെങ്തി ക്വസ്റ്റ്യൻ ഫോർ അസ്. അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ റിസൾട്ടിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. e⁻x ഇവിടെ fxഉം ഇവിടെ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്ന e⁻x × fx + c എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എന്താണ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -xന് നമ്മൾ t എന്ന് പേര് പറയണം. അപ്പോൾ മുകളിൽ ഇത് e⁻t വരുന്നുണ്ട്, cosec -x - cosec x വരുന്നുണ്ട്, അതും 1 - cotec ഇത് cosec t ആണ്. ഇത് 1 - cot t എന്ന് വരും. ഇവിടെ വരുന്ന ഒരു -dt എന്ന് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്ന e⁻t ഇൻറ്റു നിങ്ങൾ നോക്കൂ -cosec t ആണ് ഇവിടെ വരുന്നത്. അടുത്ത വരുന്നത് പ്ലസ് ആണ്. ഇത് പ്ലസ് cosec t - cosec t con t എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് -cosec t cot t എന്നിവിടെ ആൻസർ കിട്ടുന്നുണ്ട്, +c. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ഫോർമുല മാച്ച് ചെയ്യുന്നില്ലേ? ഈ ഫോർമുല കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കുക. എന്തായിരിക്കും ആൻസർ വരാൻ പോകുന്നത്? ഈ ബി ആയിരിക്കുമല്ലോ ആൻസർ വരാൻ പോകുന്നത്. ടിയുടെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കൊടുക്കണം. ബി ആയിരിക്കും ഇവിടുത്തെ ആൻസറായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ഇതായിരുന്നു നമ്മുടെ 30th പ്രോബ്ലം. 31st പോവാം. ഇൻ്റഗ്രൽ fx എന്ന് പറഞ്ഞാൽ psi x എന്ന് വരും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ഓർത്തിരുന്നേക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന റിസൾട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോകുന്ന റിസൾട്ട് ഇതാണ്. നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഇവിടെ വേറൊരു ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ, മനസ്സിലായോ? ഇതിന് നമ്മളൊരു പേര് കൊടുക്കും, gx എന്ന് പേര് പറയും. ഇതാണ് ആ കോൺസെപ്റ്റ്. അത് നിങ്ങൾ എപ്പോഴും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇവിടെ വരുന്നത് x⁻3 ആണ്, പിന്നെ x⁵5 dx എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത് x⁵3ക്കാണ്. അപ്പോൾ dt-ൻ്റെ വാല്യൂ വരുന്നത് 3x² dx എന്ന് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ x² dx മാറ്റേണ്ടി വരും ഇതിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ ഈ i എഴുതുമ്പോൾ ഇവിടെ x⁵5 x⁵3 ഓക്കെയാണ്, x⁵3. ഇനി ഇവിടെ വരുന്നത് ഒരു x² dx എഴുതേണ്ടി വരും, ഒരു x³ ബാക്കിയുമുണ്ട്. ഈ രീതിയിലായിരിക്കും നമ്മൾ എഴുതി പോകുന്നത്. അപ്പോൾ ഇതിന് ടി എന്ന് പേര് കൊടുക്കുമ്പോൾ ഇത് വരാൻ പോകുന്ന f(t) ആണ്. x² ഇത് dt/3 എന്ന് വരും. ഇവിടെ ഒരു ടിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ 1/3 നമ്മൾ പുറത്തേക്ക് എടുക്കും. പിന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടി ആണ് എടുക്കുന്നത് അല്ലേ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ f(t)dt ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ 1/3 ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ft, അതവർ തരുന്നുണ്ട്, സൈ ടി ആണ് വരുന്നത്, സൈ ഓഫ് ടി മൈനസ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ, ഇവിടെ സൈ ടി എന്ന് വരും, സൈ ഓഫ് ടി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന 1/3 ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കൊടുക്കണം, x³ ആണ്, സൈ ഓഫ് x³ വരുന്നുണ്ട്, മൈനസ് സൈ ഓഫ് x³ dx എന്ന് വരും. ഇതെവിടെയാണുള്ളതെന്ന് നിങ്ങൾ നോക്കുക അല്ലേ, ടിയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് വരുന്നത് 1/3 ഇൻറ്റു x³ ഇൻറ്റു സൈ ഓഫ് x³, അവിടെ x² വരുന്നില്ല. ഇവിടെ വരുന്നത് ആ ടിയുടെ വാല്യൂ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ടി ഫസ്റ്റ് ഫംഗ്ഷൻ, അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നോക്കി ഏതാണ് ആൻസർ മാച്ച് ചെയ്യുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ എഴുതാം, x² x³ 1/3 ഇൻറ്റു x³ സൈ ഓഫ് x³ മൈനസ് സി പാർട്ടാണ് ഇവിടെ മാച്ച് ചെയ്യുന്നത്, സി പാർട്ടായിരിക്കും ഇവിടെ മാച്ച് ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോക്കൂ, സി പാർട്ടാണ് ഇവിടെ മാച്ച് ചെയ്യുന്നത്. 1/3 ഇൻറ്റു x² സൈ ഓഫ് x³, ഇവിടെ ടിയുടെ വാല്യൂ ആണ് വരുന്നുണ്ട്, ടിയുടെ വാല്യൂ ആണ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ടിയുടെ വാല്യൂ ഇവിടെ ഇടുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ബ്രാക്കറ്റിനകത്ത് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ ഇൻ്റഗ്രൽ എഴുതണം, സൈ ഓഫ് ടിയുടെ ഇൻ്റഗ്രൽ എഴുതണം. പറയട്ടെ ഒരിക്കൽ കൂടി ഇതെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് എഴുതുമ്പോൾ ഒന്നുകൂടി അത് എഴുതാം. സി പാർട്ട്, അതിൻ്റെ സി പാർട്ട് എങ്ങനെ വന്നു ഒരിക്കൽ കൂടി പറയാം. 1/3 വരുന്നുണ്ട്, ടി വരുന്നുണ്ട്, സൈ ഓഫ് ടി വരുന്നുണ്ട്, മൈനസ് ഇവിടെ ഒരു സൈ ഓഫ് ടി വരുന്നുണ്ട്, ഡി ടി ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ഈ വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാണ് അല്ലേ. ഇവിടെ എല്ലാം ടി വെച്ചിട്ടാണ്, ഡി ടി ആണ് വരുന്നത്. ടിയുടെ വാല്യൂ ഇവിടെ x³ വരുന്നുണ്ട്, ടിയുടെ വാല്യൂ x³ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് സൈ ഓഫ് ഈ ടിയുടെ സ്ഥാനത്ത് x³ എഴുതണം. ഡി ടിയുടെ വാല്യൂ ഇവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഡി ടിയുടെ വാല്യൂ ഇത് കണ്ടോ, ഡി ടിയുടെ വാല്യൂ 3x² dx എന്നാണ്. ഇത്രയും നമ്മൾ തിരിച്ചെഴുതേണ്ടി വരും. ആ ഡി ടിയുടെ വാല്യൂ ഇവിടെ എഴുതി കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ആ വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/3 കോമൺ ആയിട്ടുണ്ടായിരുന്നല്ലോ, 1/3 കോമൺ ആയിട്ടുണ്ട് ഇവിടെ. ഈ 1/3 കോമൺ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ 1/3 ഇത് x³ സൈ ഓഫ് x³ മൈനസ് ഈ 1/3 ഇവിടെ വരുമ്പോൾ ഈ 3 ആയിട്ട് ക്യാൻസൽ ആവും. അങ്ങനെ ക്യാൻസൽ ആകുമ്പോഴാണ് x² ഇൻറ്റു സൈ ഓഫ് x³ dx എന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഈ സി പാർട്ട് ആൻസർ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഡി ടിൻ്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കാൻ നിങ്ങൾ മറക്കല്ലേ. ഡി ടിൻ്റെ വാല്യൂ വരുന്നത് 3x² dx എന്നാണ്. അപ്പോൾ അതായിരുന്നു ആ പ്രോബ്ലം. 32nd ക്വസ്റ്റ്യൻ നമ്പർ 32ലേക്ക് പോവാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. റിസൾട്ട് വേണമെങ്കിൽ ആദ്യം തന്നെ എഴുതിയേക്കാം. ഏതായിരുന്നു ഇതിൽ വരുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഇതെല്ലാം കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ e⁻x+1/x ആണ് വരുന്നതെങ്കിൽ ഇവിടെ അതിൻ്റെ ഡെറിവേറ്റീവ് വരണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ x+1/xൻ്റെ ഡെറിവേറ്റീവ് ആ രീതിയിൽ വരണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം x+1/x dx എന്ന് എഴുതും, പ്ലസ് ഇവിടെ ഇനിയുള്ളത് x-1/x e⁻x+1/x dx. ഇതെല്ലാം നമുക്ക് ഇത് ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ ഒരു എക്സ് പുറത്തേക്ക് എടുത്താൽ അത് കിട്ടിക്കോളൂ അത്. അപ്പോൾ e⁻x+1/x dx പ്ലസ് ഇവിടെ നമ്മളൊരു എക്സ് പുറത്തേക്ക് എടുക്കുമ്പോഴേ ഇത് നമുക്ക് കിട്ടും 1 - 1/x² e⁻x+1/x dx എന്ന് വരും. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിവിടെ ഞാനൊരു ഇങ്ങനെ സമ്മേഷൻ വരുമ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ നമ്മൾ ചേഞ്ച് ചെയ്യാതെ എഴുതണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. ഇതിനകത്ത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇതാണ് സെക്കൻഡ് ഇൻ്റഗ്രൽ. അപ്പോൾ നിങ്ങൾ ഓർത്തേക്കുക, അതുപോലെയാണ് ആൻസർ വരുന്നത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് e⁻x+1/x എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ വരുന്ന e⁻x+1/x എന്ന് മാത്രമാണ്, മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് വരും. അപ്പോൾ ഇങ്ങനെ സമ്മേഷൻ വരുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ഓർമ്മയിൽ ഇരുന്നേക്കണം. ഈ ഫസ്റ്റ് പറഞ്ഞതും
ഇവിടെ വരുന്നത് തമ്മിൽ ക്യാൻസലായിട്ട് ഇതിൻ്റെ ആൻസർ എനിക്ക് കിട്ടുന്ന എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് 1/x+e എന്ന ആൻസർ കിട്ടുന്നുണ്ട്. അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായിട്ട് എ പാർട്ടിൽ തന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ 30 സെക്കൻഡിൻ്റെ ആൻസർ എ ആണ്. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പറയുന്നത്, നിങ്ങളിത് പോസ് ചെയ്തിട്ട് സാവധാനം ഇരുന്ന് കേൾക്കണം. നമ്മളിവിടെ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാനുണ്ട്. ഓൾറെഡി ടൈം ഈസ് അപ്പ്, ബട്ട് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് ടു കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യൻ. 33ലേക്ക് പോവുകയാണ് കേട്ടോ. 33. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലിമിനേറ്റ് ദി അൺനോൺ വേരിയബിൾ എന്നാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എലിമിനേറ്റ് ദി അൺനോൺ വേരിയബിൾ. എലിമിനേറ്റ് അൺനോൺ വേരിയബിൾ. അൺനോൺ വേരിയബിൾ എലിമിനേറ്റ് ചെയ്യണം. അൺനോൺ ആയിട്ടുള്ള വേരിയബിൾ എലിമിനേറ്റ് ചെയ്യണം. എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ബൈ ഡിഫറൻഷിയേറ്റിംഗ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ അൺനോൺ വേരിയബിൾ എലിമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഡിഫറൻസിയേഷൻ ചെയ്യണം. y² = 4a ഇൻറ്റു എക്സ് പ്ലസ് എ. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് വേണം ഇത് എലിമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y² ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy/dx നമുക്ക് y1 എന്നും പേര് പറയാം. 4a ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എയുടെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്കിവിടെ 4aയുടെ വാല്യൂ വരുന്നത് 2y/y1 എന്നാണ്. എയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y1/2 എന്ന് വരും. ഇങ്ങനെയുള്ള രണ്ട് വാല്യൂസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വാല്യൂസൊക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എലിമിനേറ്റിംഗ് ദി അൺനോൺ വേരിയബിൾ ബൈ ഡിഫറൻഷിയേറ്റിംഗ്. ഒരു വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യും. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ NCERT ബുക്കിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ വാല്യൂസൊക്കെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ RHSൽ അവിടെ ക്വസ്റ്റ്യൻ തന്ന y² ഉണ്ടായിരുന്നു. 4aയുടെ സ്ഥാനത്ത് നമ്മൾ എഴുതാൻ പോകുന്ന 2y/y1 എന്നിടും. പിന്നെ അവിടെ എക്സ് ഉണ്ട്. എയുടെ സ്ഥാനത്ത് വരുന്നത് y/y1/2 എന്നാണ്. LC എടുക്കുമ്പോൾ y² = 2y/y1. ഇവിടെ 2x + y/y1/2 എന്ന് വരുന്നുണ്ട്. കുറേ ടൈമുകളൊക്കെ ഇവിടെ ക്യാൻസൽ ആവുന്നത് കാണാൻ കഴിയും. ഒരെണ്ണം ഈ 2 ആണ് ക്യാൻസൽ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു y-യും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ y-യുടെ വാല്യൂ വരുന്നത് y1 ഇൻറ്റു 2x + y/y1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ y = 2xy1 + y/y1². അപ്പോൾ ഇവിടെ കാണുന്നത് ഇത് എന്താണ് വരുന്നത്? y1 പകരം dy/dx എന്ന് എഴുതാം. ഞാൻ ഇതാണ് ആദ്യം എഴുതുന്നത്. പ്ലസ് 2x ഇൻറ്റു y1 dy/dx. ഈ ടൈം ഇപ്പറേ വരുമ്പോൾ -y = 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്കുക. 2x dy/dx -y ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് അതപ്പോൾ സി പാർട്ടാണ് ഇവിടെ മാച്ചിങ് ആയിട്ട് വരുന്നത്. സി പാർട്ട് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. സി പാർട്ട് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഈക്വൽ സൈൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് വരുന്നത് എത്രയാണ്? ഏതാണ് ഫോം? dy/dx + py = q ആണ്. പിയുടെ സ്ഥാനത്ത് എത്രയാണ്? tan x ആണ്. ക്യൂവിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? sin x ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇൻ്റഗ്രൽ pdx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ tan x dx എന്ന് വരുമ്പോൾ tan xൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം മൈനസ് അല്ലെങ്കിൽ ln sec x എന്നാണ്. ln sec x. അപ്പോൾ e⁻ pdx എത്രയായിട്ടാണ് വരുന്നത്? sec x എന്ന് വരും. സൊല്യൂഷൻ എല്ലാവർക്കും അറിയാം. y ഇൻറ്റു e⁻ pdx കോൺസെപ്റ്റ് പഠിച്ചേക്കണം. ഇതിൻ്റെ ഈ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. q ഇൻറ്റു e⁻ pdx ആണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇൻ്റഗ്രൽ pdx എന്ന് പറയുമ്പോൾ ഇവിടെ sec x ആണ് എനിക്ക് കിട്ടുന്നത്. ഇൻ്റഗ്രൽ tan x. ഇവിടെ വരുന്ന ക്യൂവിൻ്റെ സ്ഥാനത്ത് വരുന്നത് sin x ആണ്. ഇത് sec x എന്ന് വരും. പ്ലസ് സി. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത് y sec x. ഇത് tan x ആണ്. tan xൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം ln sec x എന്നാണ്. ln sec x + c. അപ്പോൾ ഇവർ കണ്ടീഷൻ പറയുന്നുണ്ട്. y0 0 ആണ്. y0 yക്ക് ഇത് 0 എന്ന് വരും. അതായത് എക്സിന് 0 എന്ന് കൊടുക്കുക.
എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ വൈ 0 ആണ്. ഇവിടെ സേക്ക് 0 കോസ് 0 1 വരുന്നുണ്ട്. അപ്പോൾ സിയുടെ വാല്യൂ 0 ആയിപ്പോയി. അപ്പോൾ വൈ സേക്ക് എക്സ് ഈക്വൽ ടു എൽ എൻ സേക്ക് എക്സ് എന്നാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. എക്സിന് π/4 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വരുന്ന വൈ റൂട്ട് 2 ഈക്വൽ ടു എൽ എൻ റൂട്ട് 2 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന വൈ ഈക്വൽ ടു 1/√2 എൽ എൻ റൂട്ട് 2 എന്ന് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 1/2 ഇപ്പുറം വരുമ്പോൾ 1/2√2 എൽ എൻ 2 എന്ന് വരും. അങ്ങനെ ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതിലാണ്? നമ്മുടെ ബി പാർട്ടിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഈക്വൽ സൈൻ ഈസ് നെസസറി. 34th പ്രോബ്ലം. 34th ക്വസ്റ്റ്യനകത്ത് ഇതാണ് വരുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത്. 35ലേക്ക് പടക്കുവാണ്. 35 ആകുമ്പോൾ ക്വാഡ്രാറ്റിക് വരുവാണ് അല്ലേ? ക്വാഡ്രാറ്റിക് വരുമ്പോൾ എന്താണ്? ക്വാഡ്രാറ്റിക്കിൻ്റെ കോൺസെപ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ക്വാഡ്രാറ്റിക് വരുമ്പോൾ മേക്ക് ഇറ്റ് പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റണം. ക്വാഡ്രാറ്റിക് ആണ് വരുന്നതെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റണം. അങ്ങനെ ഒരു നിയമമുണ്ട്. x+2 × dy/dx. ഈ കാണുന്നത് ക്വാഡ്രാറ്റിക് ആണല്ലോ, അതിനെ പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് മാറ്റണം. അതെങ്ങനെ എഴുതും? x+2 ² -4 -9 എന്ന് വരും. അപ്പോൾ dy/dxൻ്റെ വാല്യൂ എത്രയാണ്? ഈ x+2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് x+2 - 13 എന്ന് വരും. ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഡിവൈയുടെ വാല്യൂ ആണല്ലോ ഇങ്ങനെയല്ല എഴുതുന്നത്. ഡിവൈയുടെ വാല്യൂ വരുന്നത് x+2 - 13/x+2 ആണെന്ന് തോന്നുന്നു. നിങ്ങൾ കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയണം. ഇൻറ്റു dx എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് y ഇൻറ്റു ഇത് വരുന്നത് x+2 2 -13 × ln x+2 പ്ലസ് c എന്നാണ് പറയുന്നത്. ഇവിടെ y0യുടെ വാല്യൂ 0 എന്ന് കൊടുക്കുക. y0 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എക്സിന് 0 എന്നിട്ട് കൊടുക്കുക ഇവിടെ. അപ്പോൾ വൈയുടെ വാല്യൂ എത്ര വരും? 0 കിട്ടിക്കോളും. വൈയുടെ വാല്യൂ 0 അല്ലേ? ഇത് 0 വരും. എക്സിന് 0 എന്നിട്ട് കൊടുക്കുമ്പോൾ ഇത് 4/2 എന്ന് വരുന്നുണ്ട്. എക്സിന് 0 എന്ന് വരുമ്പോൾ ഇത് 13 ln/2 എന്ന് വരും, പ്ലസ് c എന്ന് വരും. അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ വരുന്നത് 13 ln2 -2 എന്നാണ് കിട്ടുന്നത്. അതാണ് സിയുടെ വാല്യൂ. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സിന് -4 എന്നിട്ട് കൊടുക്കാൻ പോവുകയാണ്. എക്സിന് -4 എന്നിട്ട് കൊടുക്കുമ്പോൾ വൈ -4 എത്രയാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എക്സിന് -4 എന്നിട്ട് കൊടുക്കുമ്പോഴേ ഇത് 2a വരുന്നുള്ളൂ. അവിടെ നോക്കിക്കോളൂ, ഇവിടെ മോഡുലസ് ഉള്ള കാര്യം മറക്കല്ലേ. ഇവിടെ ഈ ലോഗ് എടുക്കുമ്പോൾ മോഡുലസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ വരുന്നത് -13 ln2 എന്ന് വരുന്നുണ്ട്. സിയുടെ വാല്യൂ നമുക്കറിയാം +13 ln2 എന്നാണ്, -2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ 35th ആൻസർ 0 എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35 ആൻസർ ഈസ് കമ്മിങ് ഔട്ട് ബി 0. 36ലേക്ക് പോവാം. 36 ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ, dy/dx അല്ലേ? dy/dx ഇത് കണ്ടോ, y tan x ഈക്വൽ ടു sin 2x. ഏതാണ് ഫോം? ഇപ്പോൾ ചെയ്ത് തന്നെ, പ്ലസ് y py ഈക്വൽ ടു q. പിയുടെ വാല്യൂ എത്രയാണ്? ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ, tan x. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? sin 2x. അപ്പോൾ ഇത് ഡുവബിൾ ആണ്. ഇതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ ചെയ്തത് കൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് ഇവിടെ കിട്ടുന്നത്. -5 ആയിരിക്കും. ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളത് കൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വയ്ക്കാത്തത്. 37th പ്രോബ്ലം. എല്ലാവർക്കും അറിയാവുന്ന ആ റിസൾട്ട് ഒന്ന് ഞാൻ ഒരിക്കൽ കൂടി എഴുതാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ്സിൽ ഇതെല്ലാം ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടാകും. y(dx - x dy) വാല്യൂ വരുന്നത്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ, y² × d(y/x) ആണ്. എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് അറിയാമല്ലോ. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് y/x ആണ് എഴുതുന്നത്. ഡെറിവേറ്റീവ് ഓഫ് y/x ഡിനോമിനേറ്റർ അല്ല, ഇത് x/y എഴുതണം. സോറി, x/y. ഡെറിവേറ്റീവ് ഓഫ് x/y. അപ്പോൾ ഇത് x/y ആണ് എഴുതേണ്ടിയിരുന്നത്. x/y.
അപ്പോൾ ആ റിസൾട്ട് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഇത് പറയുന്ന ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡിങ് ബൈ വൈ സ്ക്വയർ. ഈ റിസൾട്ടാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതല്ലേ ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര എഴുതാം? വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ എക്സ് ബൈ വൈ. ഇത് ഞാൻ വീണ്ടും അത് മിസ്റ്റേക്കായിട്ട് വരുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇത് എക്സ് ബൈ വൈ ആണ്. അപ്പോൾ ഇത് ബാക്കി ടൈം നമ്മൾ അപ്പുറം കൊണ്ടുപോകും. 3x സ്ക്വയർ വൈ സ്ക്വയർ ഇ റേസ് ടു എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വൈ സ്ക്വയർ ക്യാൻസൽ ആവുന്നുണ്ട്, രണ്ട് സൈഡിലും വൈ സ്ക്വയർ ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഡി ഓഫ് എക്സ് ബൈ വൈ ഇവിടെ വരുന്നത് ഇ റേസ് ടു എക്സ് ക്യൂബും ഈ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഡി എക്സും വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ഇത് ഇ റേസ് ടു എക്സ് ക്യൂബ് പ്ലസ് സി എന്ന് കിട്ടുന്നുണ്ട്. എക്സ് ബൈ വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ക്യൂബ് പ്ലസ് സി. എയിൽ തന്നെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. 37th ആൻസറാണിത്. 37th ആൻസർ എയിൽ തന്നെ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 38ലേക്ക് പോവുകയാണ്. 38, ക്വസ്റ്റ്യൻ നമ്പർ 38. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈൻസ് എല്ലാം വരയ്ക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ ലൈൻ പറഞ്ഞിരിക്കുന്ന 2x + 3y = 18 എന്നാണ്. അതായത് x / 9 + y / 6 = 1. അപ്പോൾ ഒന്നാമത്തെ ലൈൻ എങ്ങനെയിരിക്കും? ഇവിടെ 9 ഉണ്ട്, 1 2 3, 9 ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് ഇങ്ങനെ എഴുതി പോവാം. 2 4 6 8, ഇവിടെ എങ്ങനെ 9 കൊടുത്തേക്കാം. ഇവിടെ വരുന്നത് 2 4 6. അപ്പോൾ ഇതിൻ്റെ ലൈൻ, ഈ ലൈൻ വരുന്നത് എങ്ങനെയാണ്? ഈ രീതിയിലാണ് ഈ ലൈൻ പോകുന്നത്. ഇതാണ് ഈ ലൈൻ. ഇതിൻ്റെ താഴത്തെ പോർഷൻ എടുക്കാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് വരുന്നത് 2x + y 10ൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് തന്നിരിക്കുന്നത്. അതായത് x/5 + y/10. അപ്പോൾ ഇവിടെ ഒരു 8 വരും, ഇവിടെ 10 വരും. x/5 എന്ന് പറഞ്ഞാൽ 5 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് വരുന്നത് ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ഈ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും താഴത്തുള്ള പോർഷനാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിൻ്റാണ് ഇവിടെ വേണ്ടത്? ഈ പോയിൻ്റ് വേണം, ഈ പോയിൻ്റ് വേണം, ഈ പോയിൻറ്റും വേണം. അപ്പോൾ ഈ പോയിൻ്റ് വളരെ ക്ലിയറാണ്. ഈ പോയിൻ്റ് എത്രയാണ്? 0,6 ആണ് ഈ പോയിൻ്റ്. ഈ പോയിൻ്റ് നമുക്ക് ക്ലിയറാണ്, 5,0 ബാക്കി ഇതിൻ്റെ കണ്ടുപിടിക്കണം. ഇവിടെ x + y എന്ന് പറയുന്നത് 10 ആണ്. 2x + 3y = 18 ആണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ വേണമെങ്കിൽ എഴുതാം. 10 - y 2 × 10 - y + 3y = 18. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, 20 - 2y + 3y = 18 എന്ന് വരുന്നുണ്ട്. ആ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കണം അല്ല. എക്സിൻ്റെ വാല്യൂ 2x + 3y ആയിരുന്നു കേട്ടോ. 2x + 3y = 18. ഇവിടെ പറയുന്നത് 2x + y = 10 എന്നാണ്. ഇത് 2x + y = അപ്പോൾ 2xൻ്റെ വാല്യൂ ഇട്ടാൽ മതി. അത് 10 - y. ഞാൻ എഴുതിയതിലൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ഒരിക്കൽ കൂടി എഴുതാം. ഇവിടെ 2xൻ്റെ വാല്യൂ എഴുതിയാൽ മതി. 10 - y + 3y = 18. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ വരുന്നത് അല്ലേ, ഇത് 2yയുടെ വാല്യൂ വരുന്നത് 10 ഇപ്പുറം പോകുമ്പോൾ 8 വരും. അതായത് വൈയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 4 ആണ് കേട്ടോ. ഈ വൈയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇത് 4 ആകുമ്പോൾ ഇത് 6 ആവും. അപ്പോൾ ഇത് 3 അല്ലേ വരുള്ളൂ. അപ്പോൾ ഈ പോയിന്റുകളിലെല്ലാം ചെക്ക് ചെയ്യണം. ഏതൊക്കെ പോയിന്റിലാണ്? 0,6-ൽ. ലീനിയർ പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് അറിയാം. 0,6-ൽ ചെയ്യണം, 3,4-ൽ ചെയ്യണം, 5,0-ൽ ചെയ്യണം. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു 0,0 കൂടി ഉണ്ട്. മാക്സിമം വാല്യൂ ആയതുകൊണ്ട് പിന്നെ ഇത് ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിത് നോക്കാം, ഏതൊക്കെ പോയിന്റിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഏതാണ് ആ ഫീസിബിൾ സൊല്യൂഷൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ. ഈ ഏരിയയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. 9x + 13y ആണ്. ആദ്യം 0,6-ൽ നോക്കാം. 0,6-ൽ വരാൻ പോകുന്നത് 13 × 6, 6 × 18 ശിഷ്ടം 1, 78 എന്ന് വരുന്നുണ്ട്. 78 നമ്മുടെ ഓപ്ഷനിൽ ഇല്ലേം താനും. അടുത്ത് പറയുന്നത് 3,4 ആണ്. 3,4 ആകുമ്പോൾ ഇസഡ് എത്ര വരും? 9 × 3 = 27. 4 എഴുതുമ്പോൾ 4 × 3 = 12, 1 52, 79 വരുന്നുണ്ട്. 5,0 എന്ന് പറയുമ്പോൾ 9 × 45 വരുന്നുണ്ട്.
അതിനേക്കാൾ കൂടുതലാണല്ലോ 79. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി പാർട്ടായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 79 ഈസ് ദി ആൻസർ. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത് നമ്മൾ 39ലേക്കാണ് മൂവ് ചെയ്യുന്നത്. 39 ഇവിടെ പറയുന്നത് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. 2 പോയിൻറ്റ്സ്. ഒരെണ്ണം വരുന്നത് 1 1 -1 ഇങ്ങനെയാണല്ലോ. I പ്ലസ് ജെ പ്ലസ് കെക്ക് 1 1 -1 എന്നാണ്. ഇതെങ്ങനെ എഴുതും? 1 -1 1. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മിഡ് പോയിൻറ്റ് 1 + 1/1 എന്ന് വരും. ഇത് 0 വരുന്നുണ്ട്, ഇത് 0 വരുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് ഏതാണ്? ഐ ക്യാപ്പ് ആയിരിക്കുമല്ലോ. വളരെ ഈസി ആയിട്ടൊരു പ്രോബ്ലം ആയിരുന്നു. 39th ഐ എന്ന ആൻസർ വരുന്നുണ്ട്. 39th ആൻസർ ഐ ആണ്. 40th പോകാം. 40th വെക്റ്റർ പെർപെൻഡിക്കുലർ ടു എ ക്രോസ് ബി. എ ക്രോസ് ബി ആയിരിക്കുമല്ലോ ഇതിൻ്റെ ആൻസർ. എ ക്രോസ് ബി ആണ് ഇതിൻ്റെ. എ ക്രോസ് ബി ഡിവൈഡിങ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് ഇതിൻ്റെ കോൺസെപ്റ്റ് അല്ലേ. യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ഇതാണ് ഈ കോൺസെപ്റ്റ്, ബോത്ത് ദി വെക്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. എ ക്രോസ് ബി ഡിവൈഡിങ് ബൈ. അപ്പോൾ എ ക്രോസ് ബി എങ്ങനെയാണ്? ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ. ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. എ എന്ന് പറയുന്നത് ഇവിടെ ഐ വരുന്നുണ്ട്, ജെ വരുന്നുണ്ട്, കെ വരുന്നുണ്ട്. ഇത് 1 1 0. അടുത്തത് 0 1 1. ഇതിവിടെ എഴുതുക K1. നിങ്ങൾക്ക് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇവിടെ ഐ ക്യാപ്പ് വരുന്നുണ്ട്, ഇത് 0യും. ഞാനിത് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇവിടെ കെ വരുന്നുണ്ട്, ഇത് കെ ആണ്, ഇത് ഐ ആണ്. ഇത്രയുമാണ് എനിക്കിവിടെ കിട്ടുന്നത്. മൈനസ് ഇട്ടിട്ട് ഇത് ജെ വരുന്നുണ്ട്, എനിക്ക് ബാക്കിയുള്ളതെല്ലാം 0 വരുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് ഐ -j + k ഡിവൈഡിങ് ബൈ √3 എന്നാണ് എനിക്ക് കിട്ടുന്നത്. I - j + k / √3 എന്നും പറഞ്ഞ് ഇതിൻ്റെ ഡി പാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല. എ ക്രോസ് ബി കണ്ടുപിടിക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡി പാർട്ടിലാണ് അതിൻ്റെ ആൻസർ അവർ കൊടുത്തിരിക്കുന്നത്. 41ലേക്ക് നമ്മൾ പോവുകയാണ്. 41 ക്വസ്റ്റ്യൻ നമ്പർ 41 നിങ്ങളൊന്ന് നോക്കിക്കോളൂ. വോളിയം ഓഫ് പാരലലോ പൈപ്ഡ്, അതാണ് കോൺസെപ്റ്റ്. വോളിയം ഓഫ് പാരലലോ പൈപ്ഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല എന്താണ്? ഇതിൻ്റെ ഫോർമുല അത് റിസൾട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. എന്താണ് അതിൻ്റെ റിസൾട്ട്? ബോക്സ് എ ബി സി ആണ്. ബോക്സ് എ ബി സി. ബോക്സ് എ ബി സി എന്ന് പറയുമ്പോൾ ഞാനിവിടെ എഴുതട്ടെ. ഇത് തരുന്നത് 4 5 1. ഇത് 0 -1 1. അടുത്തത് 3 9 p. ഇതാണ് ആ ബോക്സ്. ഇനിയിപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 1ഉം നിങ്ങൾ ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് അറിയാം. ആ രീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഞാൻ എൻ്റെ ഒരു മെത്തേഡിൽ ഞാനിങ്ങനെ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0 ആണ്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. -4p, ഇത് +15 മൈനസ് ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരുന്നുണ്ട്, ഇതിവിടെ -3 വരുന്നുണ്ട്, +36 ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് -4p പ്ലസ്, ഈ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ 36 ആയിരുന്നു അല്ലേ. ഇതിങ്ങനെ വരുമ്പോഴേ ഇത് വരുന്നത് 15. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0 9 4, ഇത് 9 ആയിരുന്നല്ലോ. 36. അപ്പോൾ ഇത് 36 ആകുമ്പോൾ 33. അപ്പോൾ -33 എന്ന് വരും. ഈ വാല്യൂ ആണ് അവർ തന്നിരിക്കുന്ന 34 എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് 33. അപ്പോൾ -4pയുടെ വാല്യൂ എത്ര വരും എന്ന് നോക്കിക്കോളൂ. ഇത് 7 വരുന്നുണ്ട്, 37. ഇത് 67 -15 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ 2 ആണ്, ഇത് 52 വരുന്നുണ്ട്. അപ്പോൾ പിയുടെ വാല്യൂ വരുന്നത് 13 × 4 ആണല്ലോ. അപ്പോൾ ഇതിവിടെ വരുന്നത് -13 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 41ൻ്റെ ആൻസർ എനിക്ക് കിട്ടുന്നത് -13 എന്നാണ്. 41 ബി ആണ് ആൻസർ എനിക്ക് കിട്ടുന്നത്, -13. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് എ ബി സി, ബോക്സ് എ ബി സി ആണ് അവർ തന്നിരിക്കുന്ന 34. ബോക്സ് എ ബി സി കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ നിങ്ങളുടേതായ മെത്തേഡിൽ ചെയ്യൂ, ഞാൻ എൻ്റേതായ ഒരു മെത്തേഡിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് 41st. 42ലേക്ക് പോവുകയാണ് കേട്ടോ. 42nd എന്ന് പറയുമ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. ഇത് എഴുതേണ്ടത് എങ്ങനെയാണ്? ബോക്സ് എ ബി സി ആദ്യത്തേതിനകത്ത് വരുന്നത് എത്രയാണ്? ആദ്യത്തേതിനകത്ത് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 0 0. അടുത്ത ബി പ്ലസ് സി ആണ്, അതായത് ബി എ ഇല്ല, ബി 1 ഉണ്ട്, സി 1 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, 1 1 1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വരുന്നത്, ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ നോക്കിയാൽ തന്നെ പറയാൻ പറ്റും. ഇത് 1 എടുത്തിട്ട് ഇത് 0 എന്ന് വരുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 എന്നായിരിക്കും. നമുക്കിപ്പോൾ 40 സെക്കൻഡിൻ്റെ ആൻസർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 40 സെക്കൻഡിൻ്റെ ആൻസർ നിങ്ങൾ നോക്കിക്കോളൂ. 40 സെക്കൻഡിൻ്റെ ആൻസർ ഈസ് കമ്മിങ് ഔട്ട് ബി ലൈക്ക് ദിസ്. 43rd എന്താണെന്ന് നോക്കിയോ. 43rd എന്താണ് ഇതിൻ്റെ മീനിങ്? നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എ ക്രോസ് ബി ക്രോസ് സിയുടെ മീനിങ് എന്താണ്? ദിസ് ഈസ് ദ വെക്റ്റർ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ്? ദിസ് ദ വെക്റ്റർ ഇൻ ദ പ്ലെയിൻ ഓഫ്, ഇങ്ങനെ എഴുതുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് എഴുതുവാണ്. ഇതൊരു ഡെഫിനിഷനാണ്. പ്ലെയിൻ ഓഫ്, ഇതൊരു ഡെഫിനിഷനാണ് കേട്ടോ. പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി, ബി ആൻഡ് സി, ബിൻ്റെയും സിയുടെയും പ്ലെയിനിൽ വരുന്നൊരു സംഭവമാണിത്. ആൻഡ് ദിസ് ദ വെക്റ്റർ ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി ആൻഡ് ഈസ് പെർപെൻഡിക്കുലർ ടു എ വെക്റ്റർ. അപ്പോൾ കോപ്ലനാർ വിത്ത്, ഇത് ഏതുമായിട്ടാണ് കോപ്ലനാർ ആവുന്നത്? ബിയും സിയുമായിട്ട് മാത്രമേ പറ്റുള്ളൂ. ബിയും സിയുമായിട്ട്, എയുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. ഇറ്റ് ഈസ് ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി ആൻഡ് പെർപെൻഡിക്കുലർ ടു എ വെക്റ്റർ. അപ്പോൾ 43rdൻ്റെ ആൻസർ എ ആയിരിക്കും. 44 വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദീസ് വെക്റ്റേഴ്സ്. അതിന് പെർപെൻഡിക്കുലർ ആവുന്ന വെക്റ്റർ ഏതാണ്? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്റ്റർ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എ ക്രോസ് ബി ആയിരിക്കും. എ ക്രോസ് ബി എങ്ങനെയാണ് കാണുന്നത്? ഐ ജെ കെ, എയുടെ 3 1 -4, 6 5 -2, 6 5 -2. ഒന്ന് നോക്കിക്കോളൂ. 3 1 -4, 6 5 -2. ഇവിടെ നിങ്ങൾ ഈ ഡിറ്റർമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, ഞാനും കണ്ടുപിടിക്കാം. ഞാനിവിടെ ഒരു നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, 15k എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, -2i എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, 24k എന്ന് വരും. മൈനസ് ഇട്ടിട്ട് ഇവ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. മൈനസ് ഇട്ടിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് എനിക്ക് -6j എന്നാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +6k എന്നാണ് വരുന്നത്. ഇവിടെ എനിക്ക് കിട്ടുന്നത് -20k എന്നാണ്, 20i എന്നാണ്, സോറി 20i. ഇത്രയുമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഐയുടെ കൂടെ വരുന്നത് ഇത് +20i എന്ന് പറയുമ്പോൾ 18i വരുന്നുള്ളൂ. ഐയുടെ കൂടെ വരുന്നത് 18i ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്തേക്കണേ. 18i വരും കാൽക്കുലേഷൻ. ഞാൻ ഇനി ജെയുടെ കാര്യം നോക്കാം. ഇത് +6j ആണ്, +6j. അപ്പോൾ ഇവിടെ ജെ എഴുതിയപ്പോഴേ 24k എന്നുള്ളത് വരേണ്ടത് ജെ ആണ്. ഇത് വരേണ്ടതേ ജെ എന്നാണ്, ജെ. അപ്പോൾ -24 +6, അപ്പോൾ അത് വരുന്ന -18j എന്ന് വരുന്നുണ്ട്. ഇതിവിടെ 15k വരുന്നുണ്ട്, ഇവിടെ 21, 15ഉം -6ഉം ആണ്. 15ഉം - അപ്പോൾ 9k ആണ് വരുന്നത്. അപ്പോൾ ഇത് 9 എനിക്ക് വന്നാൽ പുറത്തേക്ക് എടുക്കാം. 2i - j 2j - k. അപ്പോൾ ഇത് വരുന്നത് യൂണിറ്റ് വെക്റ്റർ എത്രയാണ് വരുന്നത്? യൂണിറ്റ് വെക്റ്റർ വരാൻ പോകുന്നത്, ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ വരാൻ പോകുന്നത് 2i - 2j - k × 3 എന്നാണ് വരുന്നത് യൂണിറ്റ് വെക്റ്റർ. അതായത് റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. റൂട്ട് ഓഫ്, ഇവിടെ 9 എന്ന് വേണേൽ എഴുതാം. യൂണിറ്റ് വെക്റ്റർ വരുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 + 4 + 1, അങ്ങനെയാണ് ഇതിവിടെ 3 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടുന്നുണ്ട്. 3 വരുന്നത്, ഇതാണ് യൂണിറ്റ് വെക്റ്റർ. 3 × 2i - 2j - k. നമുക്ക് ഇതിൻ്റെ ലെങ്ത് 3 കിട്ടണം. അപ്പോൾ ഒരു 3 കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലെങ്ത് 3 വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 2i - 2j - k എന്നും പറഞ്ഞുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ അറ്റ് പ്രസൻറ്റ് ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ്. ആക്ച്വലി ദിസ് ഈസ് 3 വരുന്നുള്ളൂ. ഓക്കെ ഇത് 3 വരുന്നുണ്ട്. അപ്പോൾ ഈ 9 കൊണ്ടുകൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. അതാണ് ഞാൻ ചെയ്തൊരു വലിയൊരു മിസ്റ്റേക്ക്. 9 കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഡിവൈഡിങ് ബൈ 3 എന്ന് വരും. ഡിവൈഡിങ് ബൈ 3. അപ്പോൾ പിന്നീട് ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 3 പോയി കിട്ടിക്കോളും. 2i - 2j + k -k എന്നാണ് വരുന്നത്. 2i - 2j + k എന്നാണ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് നോക്കിയേക്കണം. ഞാനിവിടെ ചെയ്തില്ല. ഇവിടെ +k ആണ്. ചെറിയ സില്ലി മിസ്റ്റേക്ക് ഈസ് കമ്മിങ് ഹിയർ. ദിസ് ഈസ് ദ കേസ്. +k ആണ്. അപ്പോൾ 2i - 2j + k ആണ് വരുന്നത്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഈ സി പാർട്ടാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 44th ഈസ് എ വെരി സിമ്പിൾ പ്രോബ്ലം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ബട്ട് മേഡ് സ്മോൾ മിസ്റ്റേക്ക്. സോ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. 45th ഇതെന്താണ്? ഈ വരുന്നത് എന്താണ്? ഈ വരുന്നത് ബോക്സ് ABC ഫോമുലയാണ്. അപ്പോൾ ഇത് വരുന്ന ബോക്സ് IJK ആണ്. ഇതെന്ത് വരും? ബോക്സ് JKI. ഇതെല്ലാം ഈക്വലാണ്.
ഇത് വരുന്നത് ബോക്സ് KIJ. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞേക്കാം. IJK എന്ന് പറഞ്ഞ ബോക്സ് എത്രയാണ്? അത് ഈ ഡിറ്റർമിൻ്റ് ആണ്. 100010001. ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഇത് ഓരോന്നും 1 ആയിരിക്കും. അപ്പോൾ ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പോൾ എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? 3 എന്നാണ് 45th ആൻസർ. 45th ആൻസർ വരുന്നത് C എന്നാണ്. 45th വരുന്നത് C എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 46ലേക്ക് പോവാം. 46 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആണ്. 2 x² + y² = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² y² 0 വരണം. അതായത് XY Z-നകത്ത് ഏതൊക്കെ 0 വരും? Xഉം 0 വരും, Yഉം 0 വരും. അപ്പോൾ ഇതെന്താണ്? ഏതിലാണ് Xഉം Yഉം 0 വരുന്നത്? Z ആക്സിസ് ആയിരിക്കും. ഇതാണ് 46. 46ൻ്റെ ആൻസർ Z ആക്സിസ് എന്ന് പറയും. 47ലേക്ക് പോവാണ്. 47 ഇത് ലൈൻ എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസ് ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസ്. ലൈൻ എന്ന് പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസ് ആണ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇച്ചിരി ഹയർ ഓർഡർ ലെവലാണിത്. ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസ് ആണ്. ഈ ലൈനാണ് ആ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ ലൈൻ. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻസ് എന്ന് പറയുമ്പോഴേ ഒന്നാമത്തെ പ്ലെയിൻ പ്ലസ് ലാംഡ ടൈംസ് രണ്ടാമത്തെ പ്ലെയിൻ = 0 എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്ലെയിനകത്ത് x1 ഉം രണ്ടാമത്തേനകത്ത് x2 ഒന്നാമത്തേനകത്ത് y1 ആണ്, രണ്ടാമത്തേനകത്ത് y വരുന്നത് 3 ആണ്. അപ്പോൾ ലാംഡ P2 എന്ന് എഴുതുമ്പോൾ 1 + 3 ലാംഡ എന്ന് എഴുതും. ഒന്നാമത്തേനകത്ത് Z2 ആണ്, രണ്ടാമത്തേനകത്ത് 4 ആണ്. അപ്പോൾ 4 ലാംഡ അല്ലേ? ഇതാണ് ഇതിൽ നോർമൽ വരുന്നത്. ഇനി അടുത്തായിട്ടുള്ളത് എന്താണ്? ഇതാണ് ഈ കേസാണ് വരുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 3 + 4 ലാംഡ എന്ന് വരും. Z ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 1 എന്നാണല്ലോ. 0 0 1. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെ ഇതിന് A എന്ന് പറയുവാണ്, ഇതിന് B എന്നാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 വരണം. ഈ ഡോട്ട് പ്രോഡക്റ്റ് 0 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 + 4 ലാംഡ ഇതൊരു തിയറിയാണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം നന്നായിട്ട്. 2 + 4 ലാംഡ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ വരുന്നത് -1/2 ആണ്. അപ്പോൾ ലാംഡയുടെ വാല്യൂ -1/2 എന്ന് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് വരുന്നത്? ഇതിനകത്ത് ലാംഡയുടെ വാല്യൂ -1/2 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 വരുന്നുണ്ട്. ഇത് വരുന്നത് 1 - 3/2 ആണ് വൈയുടെ കേസിൽ വരുന്നത്. ഇത് ഓൾറെഡി 0 ആയല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടുന്ന എത്രയാണ്? ഈ വൈയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വൈയുടെ വാല്യൂ ആണ് ഈ -2 എന്നും പറഞ്ഞ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ? വൈയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? -1/2. ഈ വൈയുടെ വാല്യൂ വരുന്നത് -2 അല്ലെങ്കിൽ -1/2 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ഈ വാല്യൂ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴേ നിങ്ങൾ ചോദിക്കും ഈ -2 എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും. അത് ഞാനിവിടെ വേണമെങ്കിൽ പറയാം. ഇതിൽ നിന്നാണിത് കിട്ടുന്നത്. ഈക്വൽ ടു ഉണ്ടല്ലോ. ഈക്വൽ ടുവിൻ്റെ വാല്യൂ എത്രയാണ്? -ലാംഡ. ഇത് വരാൻ പോകുന്ന 3 - ഈ വാല്യൂ ഇവിടെ ഉണ്ട്. ഈക്വൽ ടു 3 - 2 എന്ന് വരും. അപ്പോൾ ഇവിടെ വരുന്നത് y -y/2 എന്ന് പറയുന്ന 1 എന്ന് കിട്ടും. അങ്ങനെ വൈയുടെ വാല്യൂ -2 അല്ലേ? അപ്പോൾ ആ ലൈൻ ഏതാണ്? y + 2 = 0. ഓർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരും? 2/√1². 2 എന്നായിരിക്കും ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത് 2 എന്നാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻസ്. ഇവിടെ എഴുതിയേക്കാം. SD ഓഫ് ഫസ്റ്റ് ലൈൻ ഇത് A + λb വെക്റ്റർ. നെക്സ്റ്റ് ലൈൻ C വെക്റ്റർ + μd വെക്റ്റർ. എങ്ങനെയാണ് നമ്മളത് പഠിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് C വെക്റ്റർ - A വെക്റ്റർ B വെക്റ്റർ D വെക്റ്റർ ഡിവൈഡിങ് ബൈ B വെക്റ്റർ D വെക്റ്ററിൻ്റെ ഈ ഒരു ഫോർമുലയാണ് ഇതിലെ ഫോർമുല ഇതാണ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇവിടെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നോക്കിക്കോളൂ. ആ A വെക്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? 5 7 ഇവിടെ 5y ഉണ്ട് കേട്ടോ. 5y ഉണ്ട്, 7 3 ഉണ്ട്. അതവിടെ വന്നിട്ടില്ല. അത് B വെക്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 9 13 15 എന്ന് വരുന്നുണ്ട്. ഇതാണ് B വെക്റ്റർ.
ബി വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, 3, 16, 7 എന്ന് വരുന്നുണ്ട്. ഡി വെക്ടർ എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് 3, 8, 5 എന്നാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഓൺലി കാൽക്കുലേഷൻ ഈസ് ലെഫ്റ്റ്. ടൈം ഈസ് അപ്പ്, ദാറ്റ് ഈസ് വൈ ഐ ആം ഡൂയിങ് ലൈക്ക് ദിസ്. സി വെക്ടർ മൈനസ് എ വെക്ടർ, ഇത് സി ആയിരുന്നു അല്ലേ, ഇതിനാണ് ബി, ഇതിന് സി എന്നാണ് പേര് കൊടുത്തത് കേട്ടോ. ഞാൻ ഇതിനിവിടെ സി എന്നാണ് പേര് പറഞ്ഞത്. സി ആണ്, നോക്കിക്കോളൂ, ഇത് കണ്ടു, ഇവിടെ സി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സി ആണ്. സി മൈനസ് എ ബി വെക്ടർ ഡി വെക്ടർ എന്ന് പറയുമ്പോൾ സി മൈനസ് എ എന്ന് വെച്ചാൽ ഇതങ്ങ് കുറയ്ക്കുക. ഇവിടെ 4 വരും, ഇവിടെ വരുന്നത് 6 ആണ്, ഇത് കുറയ്ക്കുമ്പോൾ 12 ആണ്, ഇത് വരുന്നത് 3 വരുന്നുണ്ട്, -16 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 3, 8, 5 വരുന്നുണ്ട്. ബി ക്രോസ് ഡി നിങ്ങൾക്ക് അറിയാമല്ലോ. ബി ക്രോസ് ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ എല്ലാ ഫോർമുലയും ഇവിടെ എഴുതുന്നുണ്ട്. ബി ക്രോസ് ഡി എന്ന് പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച് പറയാം. ബി ക്രോസ് ഡി വരുന്നത് IJK എന്ന് എഴുതിയിട്ട് ഇവിടെ 3 - 16 7 3 8 5 ആണ്. ഇത് കണ്ടുപിടിച്ചാൽ അതിൻ്റെ മോഡുലസ് എടുക്കണം. ആ മോഡുലസ് എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ലെറ്റ് മീ ടെൽ യു, ദ ആൻസർ ഈസ് കമ്മിങ് ഔട്ട് ബി 14 യൂണിറ്റ്സ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, 14 യൂണിറ്റ് ആണ് വരുന്നത്. സം ഓഫ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ഇസഡ് ആക്സിസ് ആണ് 49th ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 49th വരുന്നത് 1 ആയിരിക്കുമല്ലോ, വളരെ ക്ലിയർ ആണ് അല്ലേ. ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ 0 0 1 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ കൊസൈൻസ് വരുന്നത് നമുക്കിവിടെ കിട്ടുന്നത് 1 എന്ന് കിട്ടിക്കോളും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്തേക്കണം. 90th പ്രോബ്ലം കൂടി പറഞ്ഞേക്കാം. 90th ഇത് 49th ആയിരുന്നു. ഇനി പറയാം 50th പ്രോബ്ലം. 50th പ്രോബ്ലം. ഇപ്പോൾ ലൈൻ ആൽഫ ബീറ്റ ഗാമ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡയറക്ഷൻ. അപ്പോൾ നമുക്കറിയാം ഈ കോസ് ആൽഫ അല്ലേ, കോസ് ആൽഫ അല്ലെങ്കിൽ കോസ് സ്ക്വയർ ആൽഫ, കോസ് സ്ക്വയർ ബീറ്റ, കോസ് സ്ക്വയർ ഗാമ, ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. നമ്മളിങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന് കൊടുത്തിരിക്കുന്ന പേര് L സ്ക്വയർ, ഇതിന് M എന്നാണ് കോസ് ബീറ്റ, ഇതിന് പറയുന്നത് L സ്ക്വയർ 1 ആയിരിക്കും. അപ്പോൾ ഈ LHSനകത്ത് കോസ് 2 ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം? 2 കോസ് സ്ക്വയർ ആൽഫ -1, അടുത്തത് 2 കോസ് സ്ക്വയർ ബീറ്റ -1, അടുത്തത് 2 കോസ് സ്ക്വയർ ഗാമ -1. ഇതാണ് നമ്മുടെ LHS. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ കോസ് സ്ക്വയർ ആൽഫ കോസ് സ്ക്വയർ ബീറ്റ അത് 1 ആണ് വരുന്നത്, -3 വരും. അപ്പോൾ 2 - 3 അതായത് -1 എന്നാണ് ഇതിൻ്റെ ആൻസർ. സോ 50th ആൻസർ വരുന്നത് -1 എന്നാണ്. അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻ നമ്മൾ വിട്ടിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ഓൾ 50 പ്രോബ്ലംസ് വീസ് സോൾവ് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ ഇറ്റ് സെൽഫ്. ഞാൻ ചിലപ്പോൾ ഫാസ്റ്റായിരിക്കും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് പോസ് ചെയ്തിട്ട് സ്ലോലി അത് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ പ്ലീസ് ട്രൈ ടു കോൺടാക്ട് മീ. Thank you for watching this. Thank you very much. God bless you.